സഭാ ശുശ്രൂഷകർക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. അല്പസമയം ഞങ്ങളുടെ സന്നിധിയിൽ താണിരിക്കട്ടെ. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയും പറഞ്ഞതിനപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കും. മഹത്വം മാത്രം എടുക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ കേൾക്കണമേ. ആമേൻ. ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് കോഴിമല CSI ക്രൈസ്റ്റ് ചർച്ചിൻ്റെ റൂബി ജൂബിലി പെരുന്നാളിൽ പങ്കുചേരുവാൻ ഇടയാകുന്നതിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ പറയുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത എത്രയും സ്നേഹമുള്ള വികാരിച്ചൻ അശോക് കുമാർ അച്ഛനോടും പ്രിയപ്പെട്ട നമ്മുടെ ശുശ്രൂഷകൻ ഡോണിസ് ഐസ് സാറിനോടും ജില്ലാ ചെയർമാൻ സ്നേഹമുള്ള ബിനോയ് അച്ഛനോടും സഭയുടെ ഭരണസമിതി അംഗങ്ങളായ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി കപ്പയാർച്ചൻ, അതുപോലെ തന്നെ ഡയസിസ് കൗൺസിൽ അംഗം, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും സമയത്ത് അറിയിക്കും. ജൂബിലിക്ക് വേണ്ടി പ്രത്യേകമായ കമ്മിറ്റികളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ പ്രവർത്തിക്കാവുന്നുവല്ലോ. ജൂബിലി കൺവീനേഴ്സിനും പ്രത്യേകമായുള്ള നന്ദി അറിയിക്കട്ടെ. ഇന്നലെ മുതൽ നമ്മൾ ആരംഭിച്ചു. 6 മണിക്ക് പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ പെരുന്നാളിൻ്റെ ജൂബിലി പെരുന്നാളിൻ്റെ റൂബി ജൂബിലി പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു. ഇന്ന് അതിനോടനുബന്ധിച്ച് ചില പ്രത്യേക സമർപ്പിക്കപ്പെട്ട വസ്തുക്കളുടെ പ്രതിഷ്ഠയും ഇന്ന് രാവിലെ നമ്മൾ മനോഹരമായൊരു ഗേറ്റിൻ്റെയും മതിലിൻ്റെയും പ്രതിഷ്ഠയും നിർവഹിക്കുകയുണ്ടായി. അതെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അവയ്ക്കെയും സ്പോൺസർ നൽകിയ അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ഡയസിസൻ ട്രഷറർ സ്നേഹമുള്ള PC മാത്തുക്കുട്ടി അച്ഛൻ, അതോടൊപ്പം ജില്ലാ ചെയർമാൻ സ്നേഹമുള്ള ബിനോയ് അച്ഛൻ, ഡയസിസിൻ്റെ പാർട്ട്ണർഷിപ്പ് സെക്രട്ടറിയായിട്ടും ബിഷപ്പ് സെക്രട്ടറിയായിട്ടും ബേക്കർഡേയിൽ സഭയുടെ ശുശ്രൂഷകനായി സുസൃഗമായ സേവനം ചെയ്യുന്ന സ്നേഹമുള്ള മാക്സിൻ ജോണച്ചൻ, അങ്ങനെ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ശുശ്രൂഷകർ വളരെ താല്പര്യത്തോടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഞാൻ പ്രത്യേകമായി ഓർക്കും. പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കുടുംബമുണ്ട്. അത് വാഴത്തോട്ടത്തിലെ കുടുംബാംഗങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന, പ്രത്യേകിച്ച് പഴയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത, ആവശ്യമില്ലാത്ത ഒരാളാകുന്നു എത്രയും സ്നേഹമുള്ള നമ്മുടെ വിജി ജോർജ് സാർ, ജോയ് സാർ എന്ന് നമ്മൾ സാധാരണ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന വിജി ജോർജ് സാർ. സാറിനോട് ചേർന്നും അവരുടെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്ന സഭയിൽ നിന്ന് നമ്മുടെ സ്നേഹമുള്ള സാർ വന്നിട്ടുണ്ട്. അതുപോലെ പല സഭകളിൽ വന്നിട്ടുണ്ട്. ഈ വാഴത്തോട്ട കുടുംബമായിട്ടും അല്ലാതെ ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആ പേരുകളെല്ലാം ഇതിൻ്റെ അകത്ത് വിജി ജോർജ് സാറിൻ്റെ പേര് പ്രത്യേകമായും വാഴത്തോട്ടത്തിലെ കുടുംബാംഗങ്ങളുടെ പേരും ഒക്കെയും കുടുംബത്തിൻ്റെ പേരും ഇവിടെ ചേർത്തിട്ടുണ്ട്. അത് ഈ ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഈ ദേവാലയം ഇവിടെ വരുന്നതിന് മുമ്പും നമ്മുടെ മകളുടെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായ നേതൃത്വം നൽകിയ ഒരു കുടുംബമാണ് വാഴത്തോട്ടത്തിൽ കുടുംബം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വിജി ജോർജ് സാർ സഭയുടെ ഡയസിസ് ഓഫീസേഴ്സ് എന്ന നിലയിൽ ദീർഘകാലം അവർക്ക് പ്രവർത്തിക്കാനും ഇടയായി തീർന്നു. കത്തീഡ്രൽ മെമ്പറാകുന്നുവല്ലോ. മഹയുടെ രൂപീകരണത്തിലും ഈ മഹയുടെ വളർച്ചയിലും വളരെ ശക്തമായ നേതൃത്വം നൽകുവാൻ കത്തീഡ്രൽ ഇടവയ്ക്കിടയായിട്ടുണ്ട്, ഇപ്പോഴും ഇടയായിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കും. അശോക് കുമാറിന് അച്ഛനുമായിട്ട് വീണ്ടും ഒരുമിച്ച് ശുശ്രൂഷ നിൽപ്പാൻ ഇടയാകുന്നത് ഞാൻ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. കാരണം അച്ഛനുമായിട്ട് ആദ്യത്തെ ശുശ്രൂഷ എന്നുള്ളത് IMS കോളനിയിൽ അച്ഛൻ ശുശ്രൂഷനായിരുന്ന സമയത്ത് അവിടെ പോയി. അന്ന് ഞാൻ മിഷൻ്റെ ഡയസിസിന് സ്പെഷ്യൽ മിഷണറായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് അച്ഛനോടുകൂടെ ഒരു ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛനെ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് അച്ഛനല്ല, മിഷണറിയാണ്. അന്ന് തൊട്ടുള്ള പരിചയമാണ്. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ കാണുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സമയത്തും അച്ഛൻ വരികയും വളരെ കാര്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്ത് ഞാൻ സമയത്ത് ഓർക്കുന്നു. നമ്മുടെ ഇടവയ്ക്ക് അച്ഛനിലൂടെ ലഭിക്കുന്ന എല്ലാ നേതൃത്വങ്ങളുമായി പ്രത്യേകമായ ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു.
മാത്തുക്കുട്ടി അച്ഛൻ, PC മാത്തുക്കുട്ടി അച്ഛൻ നമ്മുടെ ട്രഷറാണ്. അച്ഛൻ ഇവിടുത്തുകാരൻ തന്നെയെന്ന് പറഞ്ഞപ്പം പലരും നെറ്റി തുളിച്ച് കാണുമ്പോൾ അതെങ്ങനെയാണെന്നല്ലേ. അച്ഛനും ഞങ്ങളെല്ലാം ഒരേ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ്. കാരണം ഞങ്ങളെല്ലാം കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണ്. ഇവിടെ ഇടുക്കി പദ്ധതി വന്നപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട് ഞങ്ങളൊക്കെ റീസെറ്റിൽ ചെയ്തതാണ്. ഞങ്ങളൊക്കെ ചേലച്ചോടാണ്, എൻ്റെ അടുത്ത സ്ഥലം തന്നെയാണ് കഞ്ഞിക്കുഴി അച്ഛനൊക്കെ താമസിക്കുന്നത്. ഞങ്ങളൊരു ഇടവക്കാരായിരുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അച്ഛൻ്റെ കൂടെയും ശുശ്രൂഷ നിൽപ്പാൻ ഇടയാകുന്നതിൽ. മാക്സിൻ ജോൺ അച്ഛൻ്റെ ഇടവകയിലും ശുശ്രൂഷനായി നിൽപ്പാൻ എനിക്കിടയായി തീർന്നിട്ടുണ്ട്. അതും വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ഇടയാകുന്നതിൽ. നമ്മുടെ ജില്ലാ ചെയർമാനെ കുറിച്ച് പറയുകയും വേണ്ട. അവരുടെ ഇടവകയിൽ 2 തവണ പോയി 2 ടേമില്ല, ഒരു ടേമിലും ഒരു അല്ലാതെയും ശുശ്രൂഷ ചെയ്യാൻ ഇടയായതും ഞാൻ സമയത്ത് ഓർക്കുന്നു. വളരെ ശക്തമായ നേതൃത്വങ്ങൾ കട്ടപ്പന സഭാ ജില്ലയ്ക്ക് അദ്ദേഹത്തിലൂടെ ലഭിക്കുന്നതും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. ഇന്നത്തെ പ്രധാന ആൾക്കാരെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ സ്ത്രീകരണത്തിന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതുപോലുള്ള പെരുന്നാളിനൊക്കെ കൂടെ കൂട്ടിയാൽ അത് അല്പമല്ലാത്ത ബുദ്ധിമുട്ട് എന്ത് ചെയ്യും ഉണ്ടാക്കും. കുട്ടികൾക്കല്ല, മറ്റു വരുന്ന ആൾക്കാർക്ക്. ഇവരുടെ മാതാപിതാക്കന്മാർ, ഇവർക്കും ഇവരുടെ മാതാപിതാക്കന്മാർക്കും ജ്ഞാനമാതാപിതാക്കന്മാർക്കും ഈ പള്ളിക്കാർക്കും കുഴപ്പം കാണത്തില്ല. കാരണം അവർ ഇവിടെ ആരാനൊക്കെ വരേണ്ടവരാണ്. എന്നാൽ പെരുന്നാൾ കൂടിയേക്കാൻ, ജൂബിലി ആഘോഷിച്ചേക്കാൻ, റൂബി ജൂബിലി അല്ലേ വന്നേക്കാം എന്ന് വിചാരിച്ച് രാവിലെ വന്നവർക്ക് അത് അല്പം ദീർഘമായ ഒരു ശുശ്രൂഷയാണ് തോന്നും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സദയം എന്ത് ചെയ്യുക, കുട്ടികളെ ഓർത്ത് അങ്ങ് ക്ഷമിക്കണം എന്ന് ഓർപ്പിക്കുന്നു. സാധാരണ ഒരു കമ്മ്യൂണിയൻ സർവീസ് എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. സ്ഥിരീകരണ ശുശ്രൂഷ 10 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. അപ്പോൾ എത്ര മണിക്കൂറായി മക്കളെ? എത്ര മണിക്കൂറായി? 2.5 5. എത്ര പിള്ളേർക്കത്? 10 പിള്ളേരുള്ള ഒരു സാധാരണ ഒരു സ്ഥിരീകരണ ശുശ്രൂഷ. ഇപ്പോൾ ഇവിടെ എത്ര പിള്ളേരുണ്ട്? 11 പിള്ളേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മണ്ടേ പോകല്ലേ. നമ്മൾ കാര്യം പറഞ്ഞാൽ അത് ആ സമയമെല്ലാം കണ്ടാണ് ആരാധന സമയം നമ്മൾ ക്രമീകരിച്ച് നോട്ടീസ് വെച്ചത്. 9 മണിയെന്ന് പറഞ്ഞത് 9 മണിക്ക് ബിഷപ്പ് പോലും എന്ത് ചെയ്തിട്ടില്ല, പകുതി വഴിക്ക് എത്തിയുള്ളൂ ബിഷപ്പ്. പിന്നെ ബാക്കി ആരും പറയണ്ടല്ലോ. ബിഷപ്പിനെ സ്വീകരിക്കാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ എത്തിക്കാണും. പക്ഷേ ബിഷപ്പ് വന്നപ്പോൾ എന്ത് ചെയ്തു പോയി, സമയം ആരാധന ഇവിടെ തുടങ്ങേണ്ട സമയത്താണ് നമ്മൾ SN പടിയിൽ തുടങ്ങുന്നത്. അപ്പോൾ അത്രയും ഒരു സമയം കൂടെ എന്ത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ കണക്കൂട്ടാൻ വേണ്ടി പറയുകയാണ്, വേറെ വിഷമമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോട്ടീസ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് സ്നേഹം വരുന്ന 1:30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1:30 പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും എന്ത് ചെയ്യണം, മാക്സിമം ഞാനൊന്ന് ശ്രമിക്കാം. നമുക്ക് സ്നേഹവിരുന്ന് കഴിഞ്ഞുള്ള സമയമാണെങ്കിലും നമുക്ക് നിൽക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ നമ്മൾ പ്രായമുള്ള ആൾക്കാരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാവധാനം പോവുക. സ്നേഹവിരുന്ന് എവിടെയാണോ ഒരുക്കുന്നത് അവിടെ പോയി നോക്കുക. എന്ത് ചെയ്യുക, എല്ലമൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് അനങ്ങാതെ വന്നിരിക്കുക. അത് നിങ്ങൾ ചെയ്തോണം. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വേദ 2-ാം പാഠത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. പൗലോസ് അപ്പോസ്തലൻ ആൾക്കാരെ കണ്ടപ്പം അദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ തുടങ്ങിയ പ്രസംഗമാണ്. എവിടം വരെ പോയി? പാതിരാവരെ നീണ്ടുന്നവരെ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുക. ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ ദേവാലയം ഇവിടെ അല്ല ആരംഭിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണോ സാറേ? പാമ്പാടിക്കുഴിയിലാണ് അല്ലേ? അപ്പോൾ പാമ്പാടിക്കുഴിയിൽ തൊട്ട് തുടങ്ങുന്ന ആരാധനയാണ് നമ്മുടെ ഇവിടെ അല്ലേ? പാമ്പാടിക്കുഴി എന്നും അവിടെ ആരാധന ഉണ്ടാകാനും അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടാകാനും ഈ പ്രദേശങ്ങൾ ഇത്രയെല്ലാം വികസനങ്ങൾ വരുവാനും ഇത്രയും നമുക്കിവിടെ സ്വാധീനം ഉണ്ടാകാനും ഒക്കെ ഒത്തിരി കാരണങ്ങൾ ഉണ്ട് അല്ലേ? പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മഹാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രോജക്റ്റുകളാണ് അല്ലേ? പ്രോജക്റ്റുകൾ ഏറ്റവും അവസാനം വന്നത് ADP എന്ന് പറയുന്ന ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് ഏറ്റവും അവസാനമായിട്ട് ഉണ്ടായിരുന്നത്. വേൾഡ് വിഷൻ്റെ സപ്പോർട്ടോടെ ഉണ്ട്. അതിന് മുമ്പുള്ളത് വേൾഡ് വിഷൻ്റെ സപ്പോർട്ടോടെ ആയിരുന്നു. വളരെ രൂപ, ലക്ഷക്കണക്കിന് പറഞ്ഞാൽ പോരാ, കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തുള്ള ഒരുവിധമുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോജനകരമായ രീതിയിൽ ചെലവഴിക്കുവാൻ നമ്മുടെ മഹാടകം മുഖാന്തരം ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ അന്നത്തെ ഡയസിൻ ഓഫീസേഴ്സും ഒക്കെയുള്ള ആൾക്കാർ ഇവിടെ കൂടുതലായിട്ട് വരുവാനും അങ്ങനെ ഇവിടെ ഒരു സ്ഥലം വാങ്ങുവാനും സ്ഥലം ലഭിക്കുവാനും വാങ്ങുവാനും
വളരെ പരിമിതമായ സൗകര്യം എന്ന് പറയാം, അല്ലേ? പരിമിതമായ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം അല്പം ഒരു വീതിയുള്ളൂ. ഇവിടെയോ? ഇവിടെ നമുക്ക് വീതി കെടുക്കാനില്ല. പുറകോട്ട് പോയാൽ അവിടെയും നമുക്ക് വീതി കെടുക്കാനില്ല. ആകെ മൊത്തം മുമ്പോട്ടുള്ളത് എന്താണ്? ഒരു റോഡാണ്. റോഡും ഒത്തിരി വീതിക്ക് എടുക്കാൻ പറ്റത്തില്ല, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിമിതമായ സൗകര്യം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതിനേക്കാളും സൗകര്യമില്ലാത്ത ധാരാളം ഇടങ്ങളുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതോർത്ത് വേണം നമ്മളെ ദൈവത്തിനെ സ്തുതിക്കാൻ, അല്ലേ? ഈ ഇടുങ്ങിയ സ്ഥലത്ത് ദൈവമേ ഞങ്ങൾ എങ്ങനെ ആരാധിക്കുമെന്നല്ല പറയേണ്ടത്, പിന്നെയോ ഇത്രയും വിശാലമായൊരു സ്ഥലം ഞങ്ങൾക്ക് തന്നതിനായി ഇതിനേക്കാളും പരിമിതിയിൽ ആൾക്കാർ അങ്ങേ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, ബോധപ്പെടുത്തണം, അല്ലേ? വാഴത്തോട്ടം കുടുംബാംഗങ്ങൾ എന്ത് ചെയ്തു? അവർ ഈ ആവശ്യം, പിന്നെ എനിക്ക് തോന്നുന്നു സാമുവേൽ തിരുമേനി ആയിട്ടുള്ള ബന്ധമാണ് കൂടുതലായിട്ട് അവർ പറയുകയും ഇതൊരാവശ്യം അവരുടെ ഇത് അവരെ അവതരിപ്പിക്കുകയും അവർ കുടുംബാംഗങ്ങൾ തമ്മിൽ നിന്ന് ആലോചിച്ച് ഇതിൻ്റെ ഉള്ള ഇത്രയും മനോഹരമായ ആലയം ഇവിടെ ഉണ്ടാകുവാനാണ് ഇടയാത്തിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെല്ലാവരും കൂടി അത്ര നാൾ ഒരു റൂബിയല്ല 2 റൂബി ആഘോഷിച്ചാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ പൈസ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇത്ര വർഷം മുമ്പാണ് എന്ത് ചെയ്ത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്, നമുക്ക് ലഭിച്ച് കിട്ടുന്നത്. വളരെ മനോഹരമായ ആലയം മാത്രമല്ല, ഇന്ന് വളരെ ആഘോഷപൂർവ്വമായൊരു സ്വീകരണമാണ് ബിഷോപ്പിന് നിങ്ങൾ കൊടുത്തത്, അല്ലേ? വളരെ താളമേളങ്ങൾ, മാലകൾ, ഇവിടെ വന്നപ്പോൾ പൊന്നാട എന്ന് വേണ്ട സർവ്വസന്നാഹങ്ങളോടെയാണ് നാടിൻ്റെ ഈ ദേശത്തിൻ്റെ ആകമാനോട് ഉത്സവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് താളമേളങ്ങൾ ചെയ്ത മേളക്കാർ, വാദ്യക്കാർ, അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമുക്ക് അല്പസമയം നമുക്ക് ഇന്നത്തെ പ്രധാന കാര്യം സ്ഥിരീകരണം ആയതുകൊണ്ട് ഇന്നലെ നമ്മൾ റൂബി ജൂബിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആരാധനകളും ശുശ്രൂഷകളൊക്കെയും പങ്കെടുക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുകൊണ്ട് നമുക്ക് ഇന്ന് കുട്ടികളിൽ പ്രത്യേകമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിക്കും. കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും അതെന്നെ ബാധിക്കത്തില്ല എന്ന് എന്ത് ചെയ്യരുത്, പ്രായമുള്ളവർ ആ കൂട്ടത്തിലുള്ളവർ പറയരുത്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥിരീകരണം ചെന്നപ്പം കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തിരിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചോദ്യം ചോദിച്ചാൽ അവർ ഉത്തരം പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാ ഉത്തരം പറഞ്ഞത്? ഞാൻ കുട്ടിയല്ലല്ലോ തിരുമേനി. ശരിയാ, അവരൊരു 40-45 വയസ്സുണ്ട്. അവർക്കത് ഭയങ്കര ക്ഷേമമായിപ്പോയി. ഞാനവരെ കുട്ടി എന്ന് വിളിച്ചു, അല്ലേ? ഞാൻ സ്ഥിരീകരണ കുട്ടികളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് സ്ഥിരീകരണം എടുക്കാനുള്ള കാൻഡിഡേറ്റാണ്, അല്ലെ സ്ഥിരീകരണാർത്ഥികൾ എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് കുട്ടികളെന്ന് പറയുന്നത്. ഇനി കുട്ടികളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളം ആരെയാണ് ഉദ്ദേശിച്ചത്? സ്ഥിരീകരണം കഴിയാനുള്ള കുഞ്ഞുങ്ങളാണ്, അല്ലേ? നിങ്ങൾ 11 പേരാണ്, അല്ലേ? നമ്മുടെ CSI സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ സഭകളെയും ക്രിസ്ത്യൻ സഭകളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഈ സ്ഥിരീകരണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ? നിങ്ങൾ വേഗം ഉത്തരം പറയണം കേട്ടോ. എന്നാൽ മാത്രമേ എപ്പോൾ തീരത്തുള്ളൂ? 2:30 സ്നേഹവിരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഉത്തരം താമസിച്ചാൽ അത്രയും താമസിച്ചു. എന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ചോദ്യം ചോദിച്ചാൽ ടക്കെന്ന് എന്ത് ചെയ്യണം, ഉത്തരം പറഞ്ഞോണം. ശരിയാണേലും വേണ്ടിയില്ല, തെറ്റാണേലും വേണ്ടി കേട്ടോ. ഉത്തരം കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പിക്കുക, അല്ലേ? എന്താണ് ഉറപ്പിക്കുന്നത്? എന്താണ് ഉറപ്പിക്കുന്നത്? വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പം വിശ്വാസത്തിൽ ഉറപ്പില്ല. പറഞ്ഞു, എല്ലാവരും കൂടെ കൂടി പറഞ്ഞു. വിശ്വാസം ഉറപ്പിക്കാനാണ് ഞാൻ ചോദ്യമാണ്. ഇതുവരെ നിങ്ങൾ വിശ്വാസം ഉറപ്പിച്ചില്ല എന്നാണ് ചോദ്യം. ചുമ്മാ ഒരു രസത്തിന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോഴും എന്തുണ്ട്? വിശ്വാസമുണ്ട്, അല്ലേ? നമുക്കുള്ള വിശ്വാസം എന്ത് ചെയ്യാൻ പോകണം? കുറേ കൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ പിന്നത്തെ ചോദ്യം എന്താണ് വിശ്വാസം എന്നാണ് പിന്നത്തെ ചോദ്യം, അല്ലേ? എന്ത് വിശ്വാസമാണ് നിങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നത്? എന്ത് വിശ്വാസമാണ് ഉറപ്പിക്കാൻ? ദൈവവിശ്വാസം, അല്ലേ? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഏത് ദൈവത്തിലാണ് പിന്നത്തെ ചോദ്യം, അല്ലേ? ഏത് ദൈവത്തിലാണെങ്കിലും വിശ്വസിക്കും, അല്ലേ? എല്ലാ ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദൈവത്തിലല്ലെങ്കിൽ വേറെ ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നു. ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവരോ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് അവരുടെ വിശ്വാസമാണെന്ന് വേദോസം എന്ത് ചെയ്യുന്നത് പറയുന്നു. അപ്പോൾ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഒന്നുമേ ഇല്ല. എല്ലാവർക്കും വിശ്വാസം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, നമ്മൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, അവൻ്റെ ഉപദേശങ്ങളിൽ, അവൻ്റെ കൽപ്പനകളിൽ അത് പഠിച്ച് ഗ്രഹിച്ച് അവന് വേണ്ടി ജീവിക്കാം എന്നുള്ള തീരുമാനമെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏത്? കൺഫർമേഷൻ ഡേ എന്ന് പറയുന്നത്, സ്ഥിരീകരണ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അനേക കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവാം? പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് സ്നാനപ്പെട്ടവരെന്ന് കൈവയ്ക്കുകയെ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്?
3 പേര്. പ്രായമായതിനു ശേഷം സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? ഓക്കെ, അപ്പോൾ പ്രായമായതിനു ശേഷം സ്നാനപ്പെട്ടവരാണ് കൂടുതൽ ഉള്ളത്. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് പ്രായമായാലും ചെറുപ്പക്കാരാണെങ്കിലും പിഞ്ചു പൈതങ്ങളാണെങ്കിലും സ്നാനം എത്രയേ ഉള്ളൂ? എത്ര സ്നാനമുണ്ട്? എത്ര സ്നാനമുണ്ട്? ഒരേ ഒരു സ്നാനം അല്ലേ? അങ്ങനെയാണ് ചോദ്യം. ഇതുണ്ട്, ഏതാണ് ആ സ്നാനം അല്ലേ? അങ്ങനെ ഒരുപാട് കൂട്ടം ചോദ്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് കൂട്ടം ചോദ്യങ്ങളാണ്. അത് ചോദ്യം ചോദിക്കുക, നിങ്ങളെന്ത് ചെയ്യുക? ഉത്തരം പറയുക. വീണ്ടും ചോദ്യം ചോദിക്കുക, വീണ്ടും ഉത്തരം പറയുക. വീണ്ടും ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. കാറ്റക്കിസം എന്നാണ് ഇതിന് പറയുന്നത്. എന്താ പറയുന്നത്? കാറ്റക്കിസം. ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ വളരെ വിശ്വാസത്തിൻ്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, ഉറപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു രീതിയാണ്, പഠന രീതിയാണ് കാറ്റക്കിസം അല്ലെങ്കിൽ ചോദ്യോത്തരം എന്ന് പറയുന്ന രീതി. നമ്മുടെ ആരാധന പുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ ചോദ്യോത്തരം എന്ന് പറഞ്ഞ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഭാഗമുണ്ടായിരുന്നു. ഇപ്പോൾ അത് അല്പസ്വല്പമായ വ്യത്യാസങ്ങളോടെ ഉണ്ട്. ചില ഇപ്പോൾ വരുന്ന പുസ്തകങ്ങൾ അത് കാണുന്നില്ല, എന്നാലും നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സ്നാന സമയത്ത് കുഞ്ഞുങ്ങളായിരിക്കുന്നുള്ള സ്നാന സമയത്താണെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് ശേഷം തിരികെ പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണം. ഈ കുഞ്ഞ് ആരായിരുന്നു? ഈ കുഞ്ഞ് ഇവിടെ വരുന്നിടം വരെ ആരായിരുന്നു? സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം സ്നാനപ്പെടുത്തിയപ്പോൾ വിശുദ്ധ ബപ്തിസ്മ കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ആരായി തീർന്നു? ബപ്തിസ്മ കഴിഞ്ഞപ്പോൾ, വിശുദ്ധ സ്നാനം കഴിഞ്ഞപ്പോൾ, സ്നാനം കഴിഞ്ഞവർ ആരായി തീർന്നു? ഇത് ഇവരുടെ ചോദ്യം. ദൈവത്തിൻ്റെ പൈതലായി തീർന്നു. പിന്നെ മശിഹായുടെ ശരീരമാകുന്ന സഭയുടെ അവയവമായി തീർന്നു. ഓക്കെ, പിന്നെ പറഞ്ഞു സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്നു. മിടുക്കി. ഓക്കെ, അങ്ങനെ പല പല ആൾക്കാരായിട്ട് അതിന് അവകാശികളായിട്ട് നമ്മൾ തീർന്നു അല്ലേ? അവിടെ പള്ളിയിലേക്ക് വരുന്നിടം വരെ നമ്മൾ സാധാരണ ഒരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു ബാലനായിരുന്നു, ബാലികയായിരുന്നു, പൈതലായിരുന്നു അല്ലേ? സ്നാനം കഴിഞ്ഞപ്പോൾ, വിശുദ്ധ ബപ്തിസ്മം കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ആരായിത്തീർന്നു? ഞാനുൾപ്പെടെ ആൾക്കാർ ആരായിത്തീർന്നു? അവർ ദൈവ പൈതലായി തീർന്നു. സാധാരണ ലോക മനുഷ്യരായിരുന്ന ഞങ്ങൾ, ലോകപ്രകാരമുള്ളൊരു കുഞ്ഞായിരുന്ന ഞാനും നിങ്ങളും വിശുദ്ധ ബപ്തിസ്മം കഴിഞ്ഞപ്പോൾ ദൈവ പൈതലായിട്ട് മാറി അല്ലേ? അപ്പോൾ ദൈവ പൈതലെ എന്ത് ചെയ്തു? അവിടെ ദൈവ പൈതലാക്കി തീർത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? നമ്മുടെ സഭയുടെ രീതി അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്നു. തീരെ കുഞ്ഞുങ്ങളാണ്, എന്ത് ചെയ്യും? അവരെ കരങ്ങളിലെടുത്ത് അച്ഛനവിടെ കർത്തൃമേശ കൊണ്ടേ വെച്ച് ഇങ്ങനെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഈ പൈതൽ അങ്ങനെ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. ഇവൻ എന്നൊക്കെ എന്ത് ചെയ്യണം? അങ്ങേക്കുള്ളവനായിട്ട് തന്നെ ഇരിക്കണമേ, കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷം എന്ത് ചെയ്താണ്? നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ അതെ പേരൻസിൻ്റെ കയ്യിലേക്ക്, മാതാപിതാക്കന്മാരുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കും. അതാണ് അതിൻ്റെ രീതി. പ്രായമുള്ളവരാണ് ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യും? അച്ഛൻ അവിടെ വന്നിട്ട് അവരെ വീണ്ടും എന്ത് ചെയ്യും? മധുവയ്ക്കകത്തൊന്നും കയറുന്നില്ലായിരിക്കും. അന്നേരം അവരുടെ തലമേ കൈവച്ച് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കും. ദൈവമേ, ഇവരെന്നും എന്ത് ചെയ്യണം? ഈ ആരംഭപ്രകാരം അവരുടെ ശിഷ്യായുസ് മുഴുവനും എന്ത് ചെയ്യണം? ആരംഭം എങ്ങനെയാണ്? ആരംഭം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദൈവവൈതലായി തീർന്നിരിക്കുന്നു അല്ലേ? ദൈവവൈതലാണെങ്കിൽ ദൈവവൈതലായിട്ട് ജീവിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അങ്ങനെ ദൈവവൈതലായിട്ട് തീർന്നിട്ട് കുഞ്ഞുങ്ങളോടുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യം ശിശുക്കളായിരുന്നുകൊണ്ട് അവരും അവരുടെ മാതാപിതാക്കന്മാരും അവരുടെ കയ്യിലേക്ക് പൈതലിനെ കൊടുത്തതിന് ശേഷം അച്ഛൻ പറയും, ഒരു കാര്യമുണ്ട്, പോകാൻ വരട്ടെ, ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? പഠിപ്പിക്കാം. നമ്മളിൽ പലരും നമ്മുടെ കുഞ്ഞുങ്ങളെയും മറ്റു കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാരായിട്ട് ജ്ഞാനപിതാക്കന്മാരൊക്കെ നമ്മൾ നിന്നിട്ടുള്ളത് അല്ലേ? ഒന്ന് കേട്ടിട്ടുള്ളതായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ മറന്നുപോയി കാണും. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. പ്രായമുള്ളവരോടും എന്ത് ചെയ്യുന്നുണ്ട്? അത് പറയാം. പ്രായമുള്ളവർ അത് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വാസ്തവം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? സ്നാനത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തല്ല അതും ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ? എത്ര പേര് പഠിച്ചിട്ടുണ്ട്? പഠിച്ചവരെന്ന് കൈവയ്ക്കേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന കാണാതെ ചെല്ലാമെന്ന് അറിയാവുന്നവരെ കൈവയ്ക്കേ. ഓക്കെ, അറിയത്തില്ലാത്തവരെന്ന് കൈവയ്ക്കേ. ഓക്കെ, കൈതാത്തില്ല. മോൻ കൈവയ്ക്കായിരുന്നോ? ആദ്യം കൈവയ്ക്കായിരുന്നു. ഓക്കെ, പിന്നെ രണ്ടാമത് ഈ കൊച്ചിനെ 10 കൽപ്പന പഠിപ്പിക്കണം. ഈ കൊച്ചിനെ എന്നാ ചെയ്യണം? 10 കൽപ്പന പഠിപ്പിക്കണം. അടുത്ത ചോദ്യം ഇതാണ്.
10 കൽപ്പനയും അറിയാവുന്ന എല്ലാവരും കൈവയ്ക്കുക. 10 കൽപ്പനയും 10 ഓർഡർ ഒന്നും ശരിയാണെന്നില്ല, 10 അറിയാവുന്ന കൈവയ്ക്കുക. ഓക്കെ, കൈതാത്തിൻ്റെ 10 അറിയത്തില്ല അങ്ങനെയുള്ളൊരു കൈവയ്ക്കുക. കുറച്ചൊക്കെ അറിയാം. ഒരാൾ 8 അറിയാതിര് പോട്ടെ, 5 അറിയാതിന് കൈവയ്ക്കുക. 5, 2 പേർക്ക് 5 അറിയാം. ഓക്കെ. വിശ്വാസ പ്രമാണം ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? പഠിപ്പിക്കുക. വിശ്വാസ പ്രമാണം എത്രയുണ്ട്? കേട്ടില്ല? 3. ഏതെല്ലാം? ആ ഓക്കെ അതിനെക്കുറിച്ച് അറിയാം. കൊള്ളാം. വിശ്വാസ പ്രമാണം നിങ്ങൾ പഠിക്കണം. 3 വിശ്വാസ പ്രമാണം ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ എത്ര എണ്ണമാണ്? 2. അതേതെല്ലാം? ഓക്കെ, അപ്പോസ്തോലിക വിശ്വാസ പ്രമാണവും നിത്യവിശ്വാസ പ്രമാണം. ഈ 2 വിശ്വാസ പ്രമാണങ്ങളും എങ്കിലും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. ഈ 2 വിശ്വാസ പ്രമാണം അറിയാവുന്ന കൈപ്പൊക്കിക്ക്. 2 ഏതെങ്കിലും ഒന്ന് അറിയാവുന്നൊരു കൈപ്പൊക്കിക്ക്. കാണാതെ ചൊല്ലാൻ. ഓക്കെ, അറിയാം. ഈ 2 വിശ്വാസ പ്രമാണം അറിയത്തില്ലാത്തൊരു കൈപ്പൊക്കിക്ക്. ഓക്കെ. സത്യം പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. സത്യമേവ ജയതേ, സത്യമേവ ജയതേ അല്ലേ? സത്യം മാത്രമേ എന്ത് ചെയ്താളൂ നമ്മൾ പറയാവുള്ളൂ. അവരെ കുറച്ച് പേര് പഠിച്ചിട്ടുണ്ട്, കുറച്ച് പേർക്ക് അറിയത്തില്ല. പിന്നെ ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിന് വേണ്ടി, അവൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അറിഞ്ഞ് വിശ്വസിക്കേണ്ടുന്ന സകല സംഗതികളും ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഒരു ക്രിസ്ത്യാനി എന്തെല്ലാം അവൻ്റെ ആത്മീക ജീവിതത്തിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തെല്ലാം അവൻ പാലിക്കണമോ അത് മുഴുവനും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. പ്രായമുള്ളവരോട് അതെല്ലാം പഠിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ടൊരു ചോദ്യമുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പഠിപ്പിക്കാനും നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്ന് ചോദിച്ചു. ഒരു കാര്യം ചേർത്ത് പറയുന്നുണ്ട്, ഈ കൊച്ചിനെ നന്നായി വളരാനുള്ളൊരു കുടുംബ അന്തരീക്ഷം എന്ത് ചെയ്യണം? ഉണ്ടാക്കിക്കണം. സുഹൃത്തത്തോടെ വളർത്തപ്പെടേണ്ടതെന്നാണ് പറഞ്ഞത്. ഈ കൊച്ച് സുഹൃത്തത്തോടെ വളർത്തപ്പെടേണ്ടതിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കാരണവന്മാരുടെ അല്ലെങ്കിൽ കൊച്ചിൻ്റെ പപ്പായുടെയും മമ്മിയുടെയും മൂത്ത ആൾക്കാരുടെയും ഇളയ ആൾക്കാരുടെയും അല്ലെങ്കിൽ ജ്ഞാനമാതാക്കന്മാരുടെയൊക്കെ ഏതെങ്കിലും ഒരു പ്രവൃത്തി, മോശമായൊരു പ്രവൃത്തി കണ്ട് ഈ കൊച്ചു പഠിക്കാൻ ഇടയാകരുത്. അതാണ് സൗഹൃദത്തോടെ വളർത്തപ്പെടുക എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറയാം, കുഞ്ഞേ നീ ആരാണ്? നീ ഒരു ദൈവ പൈതലാണെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുക എന്നാണ് എൻ്റെ അർത്ഥം. ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനും ചെയ്യുവാനും നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിക്കാനായിട്ട് എന്ത് ചെയ്യണം? എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടു ചെല്ലാനും കരുതിക്കൊള്ളുന്നത് അല്ലേ? എപ്പിസ്കോപ്പ ആരാണാവോ? എപ്പിസ്കോപ്പ ആരാ? ബിഷപ്പ് അല്ലേ? സഭയുടെ അധ്യക്ഷൻ. നമ്മുടെ രീതി അനുസരിച്ച് സഭയുടെ അധ്യക്ഷന്മാരാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിരീകരണ ശുശ്രൂഷ, കൺഫർമേഷൻ ശുശ്രൂഷ നടത്തുന്നത്. ഓക്കെ എന്നും പറഞ്ഞ് കുഞ്ഞിപ്പിള്ളേരെ സംബന്ധിച്ച് അവർ 14 വർഷം കൊണ്ട്, മിനിമം 14 വർഷം മുമ്പ് എന്ത് ചെയ്തു? നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മാതാപിതാവിന് പോയതാണ്. ഇപ്പം എത്ര വർഷമായി? ശിശു സ്നാനം കഴിഞ്ഞ പിള്ളേർ എത്ര വർഷമായി? പറഞ്ഞേ, എത്ര വയസ്സായി കുഞ്ഞിനെ? എത്ര വയസ്സായി? 17 വർഷം കൊണ്ട് മുമ്പ് കൊച്ചിനെ കൊണ്ടുപോയതാണ്. ഇതെല്ലാം പഠിപ്പിച്ചിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടെ കൊണ്ടുവന്നിരിക്കുക. ഏതാണ്ടൊരു ആശയം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? കിട്ടിയില്ലോ അല്ലേ? കുഞ്ഞിൻ്റെ ഈ ഇവിടെ ഇരിക്കുന്നവരുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളൊരു കേൾപ്പിക്കേ, സ്ത്രീനാർത്ഥികളുടെ മാതാപിതാക്കന്മാർ കേൾപ്പിക്കേ. ഓക്കെ, ജ്ഞാനമാതാപിതാക്കന്മാർ കേൾപ്പിക്കേ, ജ്ഞാനമാതാപിതാക്കന്മാർ. ഓക്കെ, നിങ്ങളെടുത്ത പ്രതിജ്ഞകളൊക്കെ ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? കുട്ടികളോട് ചോദിക്കാൻ ഒത്തിരി ചോദ്യം എനിക്ക് ബാക്കിയുണ്ട്, ചോദിക്കുന്നില്ല, കാരണം സമയം ഇത്രയും പോകുന്നതുകൊണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, ഈ വീട്ടിലുള്ള ആൾക്കാർ ഏതെങ്കിലും മോശം പ്രവർത്തികൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം അല്ലേ? പക്ഷെ നിങ്ങൾ പലരും എന്ത് ചെയ്യാറില്ല, പറയാറില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് തന്നെയാണ് ചെല്ലേണ്ടത്? വീട്ടിലേക്ക് തന്നെയാണ് ചെല്ലാണ്ട്. പിള്ളേരെന്ത് ചെയ്യത്തില്ല? പിള്ളേരെ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് പോകുന്ന അവസരവും കണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സ്ഥിരീകരണത്തിൻ്റെ പ്രാധാന്യം, സ്ഥിരീകരണം കഴിഞ്ഞതിന് ശേഷം ആ കൊച്ചിനെ, ആ ഒരു മനുഷ്യനെ ഒരിക്കലും ക്രിസ്തു വിശ്വാസത്തിന് യഥാർത്ഥത്തിൽ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. ഓർത്തിരുന്നോണം, പ്രായമുള്ളവരും ശുശ്രൂഷരാ ഞങ്ങളെ ഉൾപ്പെടെ. സ്ഥിരീകരണം കഴിഞ്ഞ ഒരു കുട്ടി, അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവളെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന്, അവൻ പഠിച്ച പ്രമാണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ
സാധാരണഗതിയിൽ ആർക്കും സാധ്യമല്ല. അത്രയുമാണ് എന്ത് ചെയ്യുന്നത്, അവൻ പഠിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, അതിന് ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഒരു 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 വാക്യം കൂടെ വായിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നൊരു കപിക്കേ ദൈവത്തെ സ്നേഹിക്കുന്നു. ഓക്കെ, വിശുദ്ധ യോഹന്നാനിലെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ആദ്യം എടുത്തവർക്ക് ആദ്യം വായിക്കാം. ഇരുന്ന് ആരാ? തിരുവനക്കുട്ടിയാണോ? എവിടെ? ആ മതി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനയെ കാത്തുകൊള്ളും. അതെ, നിങ്ങൾ എന്നെ എന്ന് പറയുമ്പോൾ അത് യേശു പറഞ്ഞ കാര്യമാണ് അല്ലേ. നിങ്ങൾ യേശുവിനെ, അവിടെ യേശുവാണ് പറയുന്നത് കൊണ്ട് അങ്ങനെ പറയാത്തത്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അല്ലേ. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാം? യേശുവിനെ എങ്ങനെ സ്നേഹിക്കാം? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അയ്യോ, ഇതെന്നാ വായിച്ചത് ഇപ്പോൾ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. എന്നാ വായിച്ച വാക്യം? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ചോദ്യം ഇതാണ്, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകളെ കാക്കണം. കൽപ്പനകളെ കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകളെ കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഇവിടെ ഒരു ഉത്തരം പറയാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാണ് നിൽക്കുക. നിങ്ങളൊന്ന് പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകളെ കാക്കണം. കൽപ്പനകളെ കാക്കണം എന്ത് ചെയ്യണം? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ 2:30 കഴിഞ്ഞ് പോവും, 3:30 കഴിഞ്ഞ് പോവും. എന്ത് ചെയ്യും? ചോദ്യം അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ, ചോദ്യം വളരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അല്ലേ. ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. ചോദ്യം അതിനെ ബേസ് ചെയ്തായിരുന്നു. വാക്യം ഇതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ കൽപ്പനകൾ കാക്കണം എന്ത് ചെയ്യണം? കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ്. അതും കൂടെ ഒന്ന് തിരിച്ച് പറയാം. കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുകയാണ്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ട്രഷാറച്ചൻ ഇന്ന് അറിഞ്ഞു കാണണം, നിങ്ങളിൽ പലർക്കും എന്തറിയത്തില്ല, കൽപ്പനകൾ മുഴുവനും അറിയത്തില്ല എന്ന് വിചാരിച്ച് അച്ഛൻ രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ, രാവിലെ അല്ല കേട്ടോ, ആരാണ് തുടങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? കൽപ്പന ആദ്യം വായിച്ച് കേൾപ്പിച്ചു അല്ലേ. പിന്നെ അച്ഛൻ ഓർത്തു, ഇനിയിപ്പോൾ അതും അവർക്ക് വേണ്ട രീതിയിൽ മനസ്സിലായില്ലെങ്കിൽ എന്ന് വിചാരിച്ച് അച്ഛൻ എന്തുകൂടെ പറഞ്ഞു? ചുരുക്കവും കൂടെ പറഞ്ഞു. മൊത്തം നിങ്ങൾ 11 തവണ എന്ത് ചെയ്യുന്നു? ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഗായക സംഘക്കാർ മുട്ടിപ്പാട് അപേക്ഷിക്കുകയും ചെയ്തു. നിങ്ങൾ അപേക്ഷിച്ചത് എനിക്കറിയത്തില്ല, അപേക്ഷിക്കുകയും ചെയ്തു അല്ലേ. ചോദ്യം ചോദിച്ചപ്പം അറിയത്തുമില്ല. അത് നിങ്ങളെ ഇന്ന് ഇരിക്കുന്ന 11 പേരുടെ കുഴപ്പമല്ല, CSAക്കാരുടെ ആകമാനമായിട്ടുള്ള കുഴപ്പങ്ങളിൽ പല കുഴപ്പങ്ങളും ഒരു കുഴപ്പമാണിത്. എന്താണ് പറയുന്നത്, എപ്പോഴാണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നതെന്നും എന്ത് ചെയ്യാറില്ല. നമ്മൾക്ക് 100 കൂട്ടം ബിസിനസ് ഉള്ള കാരണം എന്ത് ചെയ്യും? നമ്മളിവിടെ വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റു വിവിധങ്ങളായ വ്യാപാര മേഖലകളിൽ അങ്ങനെ നമ്മൾ വ്യാപരിക്കുകയായിരിക്കും. അത് നമുക്ക് അറിയാതെ പോകും. ഓക്കെ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കൽപ്പനകൾ പ്രമാണിക്കണം അല്ലേ. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കൽപ്പനകൾ പ്രമാണിക്കും. ഇവിടെ പറഞ്ഞിരിക്കും കൽപ്പനകൾ പ്രമാണിക്കുമെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമെന്നാണ് യേശു പറഞ്ഞത് കേട്ടോ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞേ. നമ്മളെന്തിനാ വന്നിരിക്കുന്നത്? ഉറപ്പിക്കാൻ വന്നിരിക്കുക. എന്താ ഉറപ്പിച്ച് പോകുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടോണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നല്ല വഴിയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നു, ടാറൊക്കെ ചെയ്ത് നമ്മൾ മെയിൻ റോഡൊക്കെ അടുത്തടുത്ത് വന്നിരിക്കുകയാണ്. ഇല്ല, പലർക്കും എന്ത് ചെയ്യുന്നു, വണ്ടിയൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി വിശാലമായിട്ടുള്ള റോഡ് കിടക്കുന്നു, നമ്മുടെ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ച വണ്ടി. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം രീതിയിൽ
ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റുമോ? എല്ലാവരും ഇടതുവശം ചേർന്ന് എനിക്ക് അങ്ങനെയൊന്നും പോകാൻ നേരമില്ല, ഞാൻ വലതുവശം എന്നാണ് പോകുന്നത്. അങ്ങനെ പോയാൽ എന്നായിരിക്കും ഫലം? എന്തായിരിക്കും ഫലം? അതുപോലും അറിയില്ല. ഓക്കെ, അപകടം ഉണ്ടാവും. അപ്പോൾ അപകടം ഉണ്ടാകാതിരിക്കണം എന്നാ ചെയ്യണം? അതിന് റൂൾസ് ഉണ്ട് അല്ലേ, നിയമങ്ങളുണ്ട്, റോഡ് നിയമങ്ങളുണ്ട് അല്ലേ, ട്രാഫിക് റൂൾസ് ഉണ്ട്. ചുമന്ന ലൈറ്റ് കണ്ടാലേ എന്ത് ചെയ്തോണം? നിർത്തിക്കണം. ഒന്നും കണ്ടാൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ പച്ച കണ്ടാലേ നിർത്തോളം എന്ന് പറഞ്ഞാൽ പോയാൽ എന്തായിരിക്കും അപകടം? നേരെ ഇന്ന് ഇടിക്കത്തേ ഉള്ളൂ അല്ലേ, കാശും പോവും, ജയിലിലും കിടക്കേണ്ടി വരും അല്ലേ. എല്ലാത്തിനും എന്തുണ്ട്? നിയമങ്ങളുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് നിയമങ്ങൾ? എന്തിനുള്ളത്? അനുസരിക്കാനുള്ളത്. അത് നമ്മുടെ ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് അതങ്ങനെയാണെങ്കിൽ ക്രിസ്തു ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ജീവിതം അപകടത്തിൽ പോകാതെയുള്ള മനുഷ്യൻ്റെ നന്മയ്ക്കുതകുന്ന ദൈവപ്രസാദമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സംഗതികളാണ് കൽപ്പനകൾ എന്ന് പറയുന്നത് അല്ലേ. കൽപ്പനകൾ അനുസരിക്കാനുള്ളതാണ്. കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം പിന്നെയും ബാക്കി നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങളെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ, കൽപ്പന അനുസരിക്കണേ എന്ത് ചെയ്യണം? ഒരാളവിടെ നിന്ന് ആരാ പറഞ്ഞേ? അത് ഈ അടുത്ത കാലത്ത് ഇവിടെ കേട്ടിട്ടുള്ളത് അല്ലേ. കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുസരിക്കേണ്ട കൽപ്പന ഏതാണെന്ന് പഠിച്ചിരിക്കണം കേട്ടല്ലോ, മറന്നു പോകരുത്. നമ്മൾ വെറും പൊട്ടന്മാർ ആകരുത് കേട്ടോ. കൽപ്പന അനുസരിക്കണമെങ്കിൽ അനുസരിക്കേണ്ടുന്ന കൽപ്പന ഏതാണെന്ന് പഠിച്ചിരിക്കണം. അനുസരിക്കേണ്ടുന്ന കൽപ്പന എത്ര എണ്ണം ഉണ്ട് നമുക്ക്? 10 എണ്ണം അല്ലേ. അതിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും എന്ത് ചെയ്തിട്ടില്ല? അറിയത്തുമില്ല. അവരെ പഠിപ്പിച്ചവർക്കോ? ഇപ്പം ആരാ അവരെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്നില്ല. നമുക്കൊരു വലിയൊരു കുഴപ്പമുണ്ട്. ഈ വേദപുസ്തകത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്തില്ല? അറിവ് വളരെ പരിമിതമാണ്. നമ്മൾ പുറത്തിറങ്ങി നമ്മളെ ആൾക്കാർ ചോദിക്കുകയാണ്, അയ്യോ ഇന്ന് തന്നെ നിങ്ങളിതിൽ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിരുന്നത്, ഇന്ന് ഞങ്ങളുടെ സ്ഥിരീകരണമായിരുന്നു. സ്ഥിരീകരണോ എന്ന് പറഞ്ഞാൽ അത് സ്ഥിരീകരണമൊക്കെ ആഗ്രഹിക്കുക. ഞങ്ങൾ ദൈവവിശ്വാസം എന്ത് ചെയ്യുന്നത്? ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസം കൂടിയോ? അതൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ മിടുക്കന്മാരാണ് അല്ലേ. ഓക്കെ, നിങ്ങൾ വലിയ വിശ്വാസികളാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? അത് പള്ളിയിൽ അച്ഛനോട് ഞാൻ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം? പറയാം, അടുത്ത ആഴ്ച വരുമ്പോൾ പറഞ്ഞോളാം അല്ലേ. അവർ പറയും, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പോയി, ജീവിതം തീർന്നു. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 66 പുസ്തകങ്ങളുണ്ട്. ഇതുവരെ നിങ്ങൾക്കറിയാം? അയ്യോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. CCക്കാർ പറയുന്നതാണ്, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത്. അയ്യോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെന്ത് ചെയ്യാം? അതിനെക്കുറിച്ചൊക്കെ പഠിച്ചാൽ. അതിന് 1-ാമത്തെ പുസ്തകമാണ് ഏത്? ഉൽപ്പത്തി. ആദ്യം കേൾക്കുക. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ഉൽപ്പത്തി. അതുവരെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഈ പുസ്തകം വീട്ടിലിരിപ്പുണ്ട്. നമ്മുടെ സ്വന്തം പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അറിയത്തില്ല 1-ാമത്തെ പുസ്തകം ഏതാണെന്ന് അറിയത്തില്ല അല്ലേ. ഇപ്പം ഞാൻ ഒരു റെഫറൻസ് ചോദിച്ചു അല്ലേ. അത് നിങ്ങൾ എവിടെ തപ്പിയെന്നാണ് ഞാൻ നോക്കിയത്. എവിടെയാണ് പുസ്തകം നിങ്ങൾ തപ്പിയെന്നാണ് നോക്കിയത് അല്ലേ. പലപ്പോഴും കുഞ്ഞുങ്ങൾ എവിടെയാണ് തപ്പുന്നത്? ഉൽപ്പത്തി തൊട്ട് തപ്പുകയാണ്. ഏത് പുസ്തകത്തിലാണ്? യോഹന്നാൻ്റെ സുവിശേഷം ഏത് ഭാഗത്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ ആദ്യ പകുതിയിലാണോ 2-ാമത്തെ പകുതിയിലാണോ എന്ന് അറിയത്തില്ലാത്ത എന്ത് ചെയ്യുന്നു? അവർ ആദ്യം തൊട്ടേ തപ്പും. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തപ്പി എന്ത് ചെയ്യരുത്? നമ്മുടെ അറിവില്ലായ്മ വെളിപ്പെടുത്തരുത്. മാത്രമല്ല സമയവും പോകും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ആദ്യത്തെ പേജ് ഇങ്ങനെ മറിച്ച് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു അകാരാദി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആദ്യത്തേത് പഴയ നിയമത്തിൻ്റെ ഭാഗമാണ്. അത് ടക്ക് നോക്കുക എവിടെയാണ് യോഹന്നാൻ കിടക്ക് നോക്കുക. അതല്ലെങ്കിൽ ഇപ്പുറത്ത് കിടപ്പുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് ഏത് പേജാണെന്ന് പറഞ്ഞാൽ പേജ് തപ്പിയിട്ട് ടക്കെന്ന് വായിക്കണം. അങ്ങനെയുള്ള കുറുക്കുവഴികൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെയുള്ള ആൾക്കാർക്ക് ഈ പുസ്തകങ്ങളുടെ പേരൊക്കെ കാണാപ്പാടം അറിയാമായിരുന്നു. നിങ്ങളിൽ പലരും 2-ാമത്തെ പകുതിയിൽ തപ്പിയത് ഞാൻ കണ്ടു. വളരെ സന്തോഷമുണ്ട്. അതിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പുസ്തക പരിചയമെന്നാണ് പറയുന്നത് അല്ലേ. പുസ്തക പരിചയമാണ്. വേദപുസ്തകം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ സൺഡേ സ്കൂളൊക്കെ ധാരാളമായിട്ടുള്ളതാണ്. യൂത്തിനും സ്ത്രീശക്തിനൊക്കെ മത്സരങ്ങൾക്കുള്ളതാണ്. വേദപുസ്തകം എടുക്കുമ്പോൾ പിന്നെ പുസ്തകത്തിൻ്റെ പേര് പറയുമ്പോൾ അത് എവിടെ ആയിരിക്കും എന്ന് നമുക്കറിയാം. ആ ഭാഗം എന്ത് ചെയ്യും? എടുക്കും അല്ലേ. എപ്പോഴും കാര്യം ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യും? ആ കൃത്യം പുസ്തകം എടുക്കുമ്പോൾ തന്നെ കിട്ടും. അതാണ് പരിചയം എന്ന് പറയാം. നമ്മളത് പരിചയപ്പെടണം. വേദപുസ്തകം പരിചയപ്പെടുകയും ചെയ്യണം പ്രത്യേകമായി. ഓക്കെ, ഈ കൽപ്പനകൾ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? 10 കൽപ്പനകൾ എവിടെയാണ് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്?
പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. രണ്ടാമത് അത് എവിടെയാണ് രേഖപ്പെടുത്തിയത്? വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിൽ. രണ്ടാമത് ആവർത്തന പുസ്തകത്തിൽ. ഓക്കെ. കൽപ്പന ഇന്ന് നമ്മൾ രണ്ട് ഇത് വായിച്ചു എന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞപ്പോൾ 10 കൽപ്പനയായിട്ടും വായിച്ചു. രണ്ടാമത് പറഞ്ഞപ്പോൾ ചുരുക്കവും പറഞ്ഞു. എന്താണ് ചുരുക്കം പറഞ്ഞത്? ഇവിടെ വായിച്ച എല്ലാ വിശുദ്ധ സന്ദർഭമുള്ള ഞായറാഴ്ച വായിക്കുന്നത് എന്തായിരുന്നു ചുരുക്കം? ഓക്കെ, പോട്ടെ. സാധാരണ വിശ്വാസ പ്രമാണം എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ ആരാധനയിൽ സാധാരണ മാറ്റൻ സർവീസാണെന്ന് പറയുന്നത് അച്ഛന്മാരില്ലാത്ത അല്ല കമ്മ്യൂണിയില്ലാത്ത ഞായറാഴ്ചയിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ഏതാണ്? അപ്പോസ്തലിക. കമ്മ്യൂണിയിലുള്ള ഞായറാഴ്ച ഏതാണ് ചൊല്ലുന്നത്? നിത്യവിശ്വാസം. നമ്മുടെ സഭയ്ക്ക് എത്ര സക്രമന്തുണ്ട്? CSI സഭയ്ക്ക് സക്രമന്തുകൾ 2. ഏതെല്ലാം? ബുദ്ധിസ്മയും തിരുത്താഴും. ഓക്കെ. വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴം അല്ലെങ്കിൽ വിശുദ്ധ യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന കർത്താവിൻ്റെ അത്താഴ ശുശ്രൂഷ. ഓക്കെ. നമ്മൾ ഏത് പള്ളിക്കാരാ? CSI പള്ളിക്കാർ. CSI എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച. ഇവിടെ ഒരാൾ പറയുന്നത് നിങ്ങളാരും എന്ത് ചെയ്യരുത്, പറയാതിരിക്കരുത് കേട്ടോ. ഇനി മോള് കുറച്ച് സമയത്തിനും ഉണ്ടായിരിക്കുക, ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു. ഓക്കെ. CSI എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലേ? സൗത്ത് ഇന്ത്യയിലുള്ള സഭകളുടെ ഒരു കൂട്ടായ്മയാണ് ഏത്? അപ്പം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ആണെങ്കിൽ ഏതെല്ലാം സ്റ്റേറ്റിൽ അതുണ്ട്? കേരളം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന അല്ലേ? ഓക്കെ. ഈ നമ്മുടെ സഭ രൂപീകൃതമായത് ഏത് വർഷമാണ്? CSI സഭ 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി. അതിന് മുമ്പ് നമ്മുടെ നാട്ടിൻപുറത്തുള്ള പള്ളികളൊക്കെ നോക്കുകയാണെങ്കിൽ 47-ന് മുമ്പും എന്ത് ചെയ്യുന്നുണ്ട്? പള്ളികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഇവിടുത്തെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ 47-ന് മുമ്പല്ല, 47-ന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയുള്ള പള്ളികളൊക്കെ വന്നത്. ഇവിടെ ഈ പ്രദേശത്തുള്ള ആദ്യത്തെ നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ഏതാണ്? ഏത് ഇടവകയാ? അല്ലാതെ നമ്മുടെ ആദ്യത്തെ പള്ളി ഏതാ? CSI പള്ളി ഏതാ? അയ്യപ്പൻകോവിൽ അല്ലേ? അയ്യപ്പൻകോവിൽ പള്ളിയാണ് ആദ്യത്തെ പള്ളി. അതിന് ശേഷമാണ്, അതിന് മുമ്പുള്ള പള്ളി ഉപ്പുതറയാണ്. ഉപ്പുതറയ്ക്ക് ശേഷം അയ്യപ്പൻകോവിലാണ്. അയ്യപ്പൻകോവിലിന് ശേഷമാണ് കട്ടപ്പനയൊക്കെ വരുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പൻകോവിലൊക്കെ വരുന്നത് 47-ന് ശേഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 56-ല്ല. അപ്പം 47-ന് ശേഷമാണ് വരുന്നത്. ഓക്കെ. 47-ന് മുമ്പ് നമ്മുടെ സഭകൾ അല്ലെ നമ്മുടെ പിതാക്കന്മാർക്ക് ഏത് സഭയിലായിരുന്നു? അവർക്ക് പറഞ്ഞു CMS എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് മിഷൻ സൊസൈറ്റി. ഓക്കെ. പിന്നെ എങ്ങനെയാണ് 47-ൽ CSI ആയത്? ഓക്കെ. അത് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം കിടന്നോട്ടെ. വേറെ കുറച്ച് സഭകളുടെ പേര് പറഞ്ഞേ. CSI അല്ലാത്ത കുറേ സഭകളുടെ പേര് പറഞ്ഞേ. കത്തോലിക്ക, യാക്കോബ, ലത്തീൻ, പെന്തക്കോസ്ത് സഭകൾ, മർത്തോമ ഓർത്തഡോക്സ് അല്ലേ, ജ്ഞാനായ എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. ആ സഭകളും CSI സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ സഭയും നമ്മുടെ സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തായിരിക്കും? നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ മതി. തിരുമേനി ഒരു സമയം നീക്കണേ, ഇതൊന്നും ഞങ്ങളോട് എന്ത് ചെയ്തില്ല, ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങളാകെ വിഷമിച്ചോളൂ. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമാണ്. പക്ഷേ പഠിച്ചതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് അറിയാനാണ് ചോദ്യം പോലും. നാളെ ഒരിക്കൽ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കണം നിങ്ങൾ ഏത് പള്ളിക്കാരെന്ന് ചോദിച്ചാൽ എന്നാ പറയും? ഇത് എഴുതി വെച്ചേക്കുന്ന വായിച്ച് നോക്കുന്നത് നമ്മൾ പറയേണ്ടി വരും അല്ലേ? അല്ലാതെ നമുക്ക് സ്വയമായിട്ട് പറയാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? അങ്ങനെയല്ല, നമ്മൾ പറയണം ഞങ്ങൾ ആരാണ്? ഞങ്ങൾ CSIക്കാരാണ്. CSI എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേൾക്കണം. CSI എന്ന് പറഞ്ഞാൽ 1947-ൽ രൂപീകൃതമായ സഭയാണ്. ഇതൊരു ഐക്യസഭയാണ്.
ഈ സഭ പോലൊരു സഭ വേറെ ഒരിടത്തുമില്ല എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, പറയാൻ സാധിക്കും. നമ്മുടെ സഭയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ പിന്നെ വഴിയെ പോകുന്നവർ പറയുമോ? പറയത്തില്ല. ഓക്കെ, നമ്മുടെ സഭ CMS സഭ എങ്ങനെയാണ്? CSI സഭയാണ്. ഓക്കെ, ഞാൻ തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബാക്കിയുള്ള സഭകളൊക്കെ പേര് പറഞ്ഞ് നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ ഐക്യസഭയാണല്ലേ. 1947 വ്യത്യസ്തങ്ങളായ 4 സഭാ പാരമ്പര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് എന്തായി? ഒരു സഭയായി തീർന്നു. അതാണ് നമ്മുടെ സഭ, ഐക്യസഭ, ഒന്നായി തീർന്ന സഭ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പാരമ്പര്യങ്ങളാണ് ഒരുമിച്ച് ചേർന്നത്? ആംഗ്ലിക്കൻ, പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, മെത്തഡിസ്റ്റ്, അങ്ങനെ 4 സഭാ പാരമ്പര്യങ്ങളാണ്. അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ, പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, മെത്തഡിസ്റ്റ്, അച്ചന്മാർ ഉള്ളതും അച്ചന്മാരില്ലാത്തതുമായ സഭകൾ, ബിഷപ്പന്മാരുള്ളതും ബിഷപ്പന്മാരില്ലാത്തതുമായ സഭകൾ, അങ്ങനെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുണ്ടായിരുന്ന സഭകൾ 1947 ഒരുമിച്ച് കൂടി. അന്ന് ഒരു സുപ്രാത്ത് എല്ലാവരും കൂടെ വന്ന് കൈയടിച്ച് പാടി സഭ രൂപീകരിക്കുക എല്ലാവരും ചെയ്ത് നീണ്ട 17 വർഷക്കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? ഐക്യം രൂപപ്പെട്ടത് എന്ന് മറന്നു പോകരുത്. അതിൻ്റെ പിന്നിൽ ഒത്തിരി ധാരാളമായ ചരിത്രങ്ങളുണ്ട്. അതും നമ്മൾ ഇടയ്ക്ക് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സഭ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ സഭ ഒരു ഐക്യസഭയാണ് എന്നുള്ളതാണ്. ഐക്യപ്പെട്ട ഒന്നായി തീർന്ന സഭകളാണ്. മറ്റെല്ലാ സഭകളും ഒറ്റ സഭകളാണ്. റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ്. സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമാണ്. മർത്തോമാ സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു സഭയാണ്. കനാനായ സഭ എന്ന് പറഞ്ഞാൽ ഒരു സഭയാണ്. അതുപോലെ എല്ലാ സഭകളും അതായത് ഓരോരോ സഭകളാണ്. CSI സഭയിൽ എന്ന് പറയുന്നത് ഒന്നായി തീർന്ന സഭയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ പാരമ്പര്യങ്ങളും, ഞാൻ മുമ്പേ പറഞ്ഞ എല്ലാ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളും മാത്രമല്ല, മറ്റ് എല്ലാ സഭകളിൽ നിന്നും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സഭയിൽ അംഗങ്ങളാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ ഈ സഭയിൽ അംഗങ്ങളാണ്. വിവിധ ദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സഭ ഉണ്ട്. സമൂഹത്തിലെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ സഭയിൽ അംഗങ്ങളാണ്, അല്ലേ? നിറമോ ഭാഷയോ സാമ്പത്തികമായ നിലവാരങ്ങളോ വിദ്യാഭ്യാസ നിലവാരങ്ങളോ ഒന്നും ഇവിടെ ബാധകമല്ല. ഇവരെല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു? ഒന്നായി തീർന്നിരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, തീരുമാനമെടുത്ത് പറഞ്ഞു, കർത്താവ് ആരേ ഉള്ളൂ? എത്ര കർത്താവുണ്ട്? ഒരൊറ്റ കർത്താവുള്ളൂ. അതുകൊണ്ട് CSI അവിടെ പഠിപ്പിക്കുകയിൽ എന്താണ്? കർത്താവ് ഒരുവൻ. വിശ്വാസം പിന്നെ എത്ര എണ്ണമുണ്ട്? പ്രമാണമല്ല. ഈ കർത്താവിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ട് കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്. കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം ഏറ്റു പറയുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ത്രിയേക ദൈവം, അല്ലേ? ആ ദൈവത്തിലുള്ള വിശ്വാസം. ഈ ദൈവം ആരാണ്? ഈ ദൈവം നമ്മെയും നാം അധിവസിക്കുന്ന ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും കാണുന്നതിനെയും കാണാത്തതിനെയും സർവ്വത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകദൈവം, പിതാവായ ദൈവം. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കാം. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ വിശ്വാസം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? ചുമ്മാ വിശ്വാസം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസമുള്ള കൈവയ്ക്കേ. ഓക്കെ, എല്ലാവർക്കും ദൈവവിശ്വാസം, അല്ലേ? ഓക്കെ, വേദവസ്തം പറയുന്നു സാത്താൻ പോലും എന്ത് ചെയ്യുന്നുണ്ട്? സാത്താൻ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സാത്താൻ പോലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളും എന്നാ ചെയ്യുന്നു? നമ്മളും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സാത്താനും നമ്മളായിട്ട് എന്താ വ്യത്യാസം? അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു വിവരണമുണ്ട്. സാത്താൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? കേൾക്കുമ്പോൾ തന്നെ വിറക്കുന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ നമ്മളെ വിറക്കണമെങ്കിൽ കർക്കിടമാസത്തിലല്ലേ, മഴയും പെയ്തില്ല, തണുപ്പും വലിയ വരണം, അല്ലെ തുള്ളപ്പനി വിളിക്കണം. എന്നാലും മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? പറക്കത്തുള്ളൂ. അല്ലാതെ ഒന്നും ദൈവം എന്ന് കേട്ടാലൊന്നും നമ്മൾ വിറക്കത്തില്ല. സാത്താൻ എന്ന് കേട്ടാൽ ചിലപ്പോൾ ഒന്ന് വിറച്ചേക്കുമായിരിക്കും. അപ്പം ദൈവം ഉണ്ടെന്നുള്ള ഒരു സംഗതിയല്ല. ദൈവം ഉണ്ടെന്ന് ആരും വിശ്വസിക്കുന്നുണ്ട്? സാത്താൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഏതെങ്കിലും വിധത്തെ തകർത്ത് തരിപ്പണമാക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സാത്താൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടെയാണ് അത് ഉറ്റണമെന്ന് അവൻ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ ആ ദൈവവിശ്വാസമുള്ള ആളുകൾ നടക്കേണ്ടുന്ന വഴികളുണ്ട്.
അത് എന്ന് പറയുന്നത് കൽപ്പനകൾക്ക് വിധേയപ്പെട്ടാണ്. കൽപ്പനകൾക്കനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നടക്കുന്നത്, അല്ലേ? നമ്മൾ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ലോകത്തിലുള്ള എല്ലാ സംഗതികൾക്കും അതിൻ്റേതായ നിയമങ്ങൾ ഉണ്ട്. എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതുമായ നിയമങ്ങൾ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും, അല്ലേ? നമ്മളിപ്പോൾ സമയത്തിനായി ഇപ്പോൾ 12:15, അല്ലേ? ഒരു 6 മണിക്കൂറൂടെ കഴിഞ്ഞാൽ സമയത്തിനായി 6:15, അല്ലേ? 6:15. അപ്പോൾ ഇപ്പോഴത്തെ അന്തരീക്ഷമായിരിക്കും സൂര്യൻ എവിടെയായിരിക്കും അന്തരം? സൂര്യൻ അസ്തമിക്കും, അല്ലേ? ഇപ്പം ഉച്ചയ്ക്കാണ് അസ്തമിച്ചു, അല്ലേ? നാളെ രാവിലെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? സൂര്യൻ ഉദിക്കുന്നു, അല്ലേ? ചക്രീയമായിട്ട് നടക്കുകയാണ്, അല്ലേ? അതങ്ങനെ ചുമ്മാ നടക്കുകയാണ്. ഇപ്പോൾ സൂര്യനെ ഓർക്കാമെന്നോ, ഇനിയിപ്പോൾ ഒത്തിരി നാൾ ഓടിയില്ലേ, ഇനിയിപ്പോൾ ഓടുന്നില്ലല്ലോ. എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ ഓടാതിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ്? സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നതാണോ? ഒരു കാലഘട്ടം വരെ മനുഷ്യൻ ഓർത്ത് അങ്ങനെയാണെന്നല്ലേ? സൂര്യൻ കറങ്ങുന്നതാണോ? സൂര്യൻ കറങ്ങുന്നതല്ല. സൂര്യൻ അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, അല്ലേ? സൂര്യനെ കറങ്ങുകയാണ്, അല്ലേ? ചുറ്റുമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏതാ ദിവസം? ഇന്ന് തീയതി ഇന്ന് 30-ാം തീയതിയാണ്. നമ്മൾ പറയുന്നത് ഒരു മാസം എന്ത് ചെയ്തു? തീർന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എന്ത് ചെയ്യുന്നു? നാളെ തൊട്ട് തുടങ്ങുക. അതും ഒരു 30 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? തീരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനെല്ലാം ഒരു ചട്ടമുണ്ട്, അതിനെല്ലാം ഒരു നിയമം ഉണ്ട്. ഭൂമി സ്വയം ഒന്ന് കറങ്ങുമ്പോൾ ദിവസവും, അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു കറക്കം പൂർത്തിയാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു വർഷവും പൂർണ്ണമാകുന്നു, അല്ലേ? അങ്ങനെ കൃത്യമായ നിയതമായ രീതികൾ, തീരുമാനങ്ങളിലൂടെ അല്ല നിയമങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? പ്രകൃതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾക്ക് അനുസരിപ്പാൻ പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണമാണ് ഏത്? 10 കൽപ്പനകളിൽ അടിസ്ഥാനപ്പെട്ടുള്ള പ്രമാണങ്ങൾ. ഓക്കെ, 10 കൽപ്പന. ബാക്കി പഠിക്കാത്ത കൽപ്പനകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോണം? പഠിച്ചോണം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിക്കാത്ത കൽപ്പനകളുള്ളതാണ് മോഷ്ടിക്കരുത്, മോഹിക്കരുതെന്നൊക്കെ ഉള്ള കൽപ്പന നിങ്ങൾ പഠിക്കാത്ത കൽപ്പനയിൽ പെടുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. ആദ്യത്തെ 5 കഴിഞ്ഞ് ബാക്കി അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നാളെ നിങ്ങളെ മോഷണ കേസിൽ പിടിച്ച് അകത്തിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അവിടുത്തെ എസ് ഐ വന്ന് ചോദിക്കണം, എൻ്റെ പിതാവ് ഈ പിള്ളേരെയൊക്കെ എന്നാ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്? നിങ്ങൾ വലിയ കൽപ്പനയൊക്കെ ഉണ്ട്, മോഷ്ടിക്കരുത് കൽപ്പന, ദേ നിങ്ങളുടെ ആട് വന്ന് കിടക്കുന്നത് എവിടെ? എന്നാ ചെയ്യണം? പിതാവ് പറയുന്ന പോലെ നിങ്ങൾ ചെയ്തോളാം. പിതാവ് ഉടനെ ചോദിക്കാം, മക്കളെ നിങ്ങൾ 10 കൽപ്പന തിരുമേനി അന്നേ ഞാൻ പറഞ്ഞതല്ലേ? അതെ, ഞാൻ അത്രയും വരെ പഠിച്ചില്ല. ഞാൻ പഠിക്കാത്ത കൽപ്പനകളാണ് ഏത് ചെയ്യുന്നത്? ഈ മോഷണവും ഈ മോഹവും എല്ലാം കിടക്കുന്നത് അതിൻ്റെ അകത്താണ്. കഷ്ടം. പഠിക്കുക കേട്ടോ, പഠിക്കണേ. ഞാനതൊരു തമാശ രൂപേണ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൽപ്പന അറിഞ്ഞിരിക്കണം, പഠിക്കണം. അതെന്തിനു വേണ്ടിയാണ്? അനുസരിക്കാൻ വേണ്ടിയാണ്. കൽപ്പനകൾ എന്തിനു വേണ്ടിയുള്ള? അനുസരിക്കാൻ വേണ്ടിയാണ്, അല്ലേ? കുറേ കഴിയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലേ? പിന്നെ അത് പറയുന്നുണ്ട്, ശബ്ദത്താളെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വിശുദ്ധ ദിവസങ്ങളും ദേവാലയത്തിൽ വരണം. വരുമോ എന്ന് ചോദിച്ചിട്ട് പോവാണ്. വന്നേക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എല്ലാ ദിവസവും വേദോസം വായിക്കോ? വേദോസം വായിക്കും, എല്ലാ ദിവസവും വായിക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടാണ് പോകുന്നത്, അല്ലേ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു പോകും. ഇവിടെ സമ്മതിച്ച് പോവുകയാണ്. സ്വന്തമായിട്ട് വേദോസം ഉള്ളവരെ കൈവയ്ക്കുക. സ്വന്തമായിട്ട് വേദോസം ഉള്ളവർ വേദോസം കർത്തരുടെ വചനം, അല്ലേ? തമിഴ് 2 പേരുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ആരൊക്കെ തമിഴ് അറിയത്തില്ല കേട്ടോ. ഓക്കെ, ഇന്ന് ദേവാലയത്തിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചതെന്ന് ഉപയോഗിക്കുക. ദേവാലയത്തിൽ വരുന്നതിന് മുമ്പ്. ഓക്കെ, കേരളത്തിൽ ഇന്നലെ വേദോസം വായിച്ചതെന്ന് ഉപയോഗിക്കുക. ഇന്നലെ വേദോസം വായിച്ചത്. ഓക്കെ, മിനിഞ്ഞാന്ന് വേദോസം വായിച്ചതെന്ന് ഉപയോഗിക്കുക. ശ്രദ്ധിച്ചാണ് നിങ്ങൾ കൈപ്പൊക്കിയ ആളൊക്കെ ശ്രദ്ധിച്ച് കാണും. എന്നെ എല്ലാം നിങ്ങൾ നോക്കട്ടെ, അവിടെ നോക്കട്ടെ എത്ര പേര് കൈ വെക്കുന്നത്, അല്ലേ? ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ ആ കൊടുത്ത് കാണും, അവർ 3-4 ദിവസമായിട്ട് എന്ത് വായിച്ചിട്ടില്ല? വേദോസം വായിച്ചിട്ടില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഗൗരവത്തോടെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. വേദോസം വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, കൽപ്പന അറിയത്തില്ലാതെ, വിശ്വാസ പ്രമാണം അറിയത്തില്ലാതെ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് എന്ത് ഉറപ്പിച്ചു പോകുന്നു എന്ന് നമ്മളൊന്ന് ഓർക്കണം. അതുകൊണ്ട് ഇതുവരെ വായിച്ചില്ലെങ്കിൽ ഓക്കെ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു അത് കണക്കാക്കുന്നില്ല. ഇന്നു മുതൽ എന്ത് ചെയ്യണം? നിങ്ങൾ വേദോസം വായിക്കുമോ? ഇന്നത്തെ ദിവസം വായിക്കും. ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം, അല്ലേ? ദൈവമക്കൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇന്നുവരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഓക്കെ, പ്രാർത്ഥിക്കാതെ ഒരു അനുവാദം തരുമെന്ന് വിചാരിക്കരുത്. പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലത്. പ്രാർത്ഥിക്കാതിരുന്നാൽ ഇന്നു മുതൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, വീട്ടിൽ രാവിലെയും വൈകുന്നേരവും വീട്ടു പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഉള്ളവരെന്ന് കൈവഹിക്കേ. നിങ്ങളുടെ വീട്ടിൽ
നിങ്ങൾ കൂടുന്നുണ്ടല്ലോ രണ്ടാമത്തെ കാര്യമാണ്. വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്. രാവിലെ വൈകുന്നേരം വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. അങ്ങനെയുള്ള ഒന്ന് കൈവക്കിക്കേ. ഇതോ ആ ഓക്കെ. അല്ല, രാവിലെയും വൈകുന്നേരം ഉള്ളവരുടെ ആദ്യത്തെ ചാൻസ്. രാവിലെയും വൈകുന്നേരം അങ്ങനെ പ്രാർത്ഥനയുള്ള വീട് ഒരാൾ വേണം. ഓക്കെ, കൊള്ളാം. ആ, രാവിലെയോ വൈകുന്നേരമോ കുടുംബ പ്രാർത്ഥനയുള്ള വീട് നോക്കിക്കേ. 4. അങ്ങനെ പ്രത്യേകിച്ച് ക്രമീകൃതമായ പ്രാർത്ഥനയൊന്നുമില്ല. പ്രാർത്ഥനയെ കൊണ്ട് ഞാൻ കൂടാറില്ല അല്ലേ. അത് പിന്നെ ചോദിച്ചാൽ പിന്നെ ശരിയാകത്തില്ല, അവർ ചോദിക്കത്തില്ല. പ്രാർത്ഥന അങ്ങനെ ഇല്ല, ക്രമീകൃതമായ അങ്ങനെ പ്രാർത്ഥനയൊന്നും ഇല്ല. എന്ത് ചെയ്യുന്നു? ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. അല്ല, അവരവർ തന്നെ എന്ത് ചെയ്യുന്നു? പല സമയത്തൊക്കെ വരുന്ന കാരണം അവർ തന്നെ പ്രാർത്ഥിക്കുന്നു, കിടക്കുന്നു. അങ്ങനെയുള്ളൊരു നിയോഗിക്കേ. നിങ്ങളുടെ വീട്ടിലെ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യമില്ല. വീട്ടിലെ ഒരാൾ. ഓക്കെ. അങ്ങനെ പ്രാർത്ഥനയ്ക്കൊന്നും വലിയ സാധ്യതയൊന്നുമില്ല. ഞാൻ ക്രിസ്ത്യാനികളാണ് ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു നിയോഗിക്കേ. ഇനിയിപ്പോൾ എങ്ങനെ ചോദിക്കണമെന്ന് അറിയത്തില്ല. കുറച്ച് പേരോട് കൈവക്കാറുണ്ട്. അതാണ് ചോദ്യം മാറ്റി ചോദിക്കുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? ഇന്ന് തൊട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ അവർ പ്രാർത്ഥനയ്ക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിലും അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്തോളുക? നിങ്ങൾ സന്ധ്യാസമയത്ത് ഒരു കൃത്യസമയത്ത് എന്ത് ചെയ്തോളുക? ഒരു സ്തുതിഗീതങ്ങളൊക്കെ പാടി ഒരു സങ്കീർത്തനോ വേദോസമൊക്കെ വായിച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആവശ്യം എന്ത് ചെയ്യണം? ദൈവത്തോട് പറഞ്ഞു. കഴിഞ്ഞ പകലിൽ ദൈവം ചെയ്ത നമ്മളെ ഓർത്ത് ദൈവമേ സ്തുതിക്കുന്നു എന്ന് പറയണം അല്ലേ. നിങ്ങൾ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ചോ കഴിക്കാതെ എന്ത് ചെയ്യണം? നമ്മളൊരു 5-10 മിനിറ്റ് എന്ത് ചെയ്യണം? വേറെ ആൾക്കാരൊക്കെ കൂടെ ചിലപ്പോൾ കാണുമായിരിക്കും, അവർ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ചെറിയൊരു ബൈബിൾ എന്ത് ചെയ്യണം? നമ്മൾ കൈ കരുതുക, അത് വായിക്കുക. നമ്മുടെ ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രാവിലെ എന്ത് ചെയ്യുക? രാവിലെ എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യണം? മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയതിനു ശേഷം എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, ജോലിക്ക് പോവുകയാണ് അല്ലേ. വിധങ്ങളായ ജോലി കാര്യങ്ങളാണ് ഏർപ്പെടുന്നത് അല്ലേ. എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയത്തില്ല. അധ്വാനിച്ചിരുന്ന പണമൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിക്കപ്പെടണം. അനേകർക്ക് അത് ഗുണമായി തീരണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ് അല്ലേ. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവമക്കൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് പറയണം അല്ലേ. നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയണം. യേശു ആരായിരുന്നു? ദൈവപുത്രൻ. യേശു ദൈവപുത്രനായിരുന്നു. ദൈവപുത്രനായ യേശു എന്ത് ചെയ്തിരുന്നു? എല്ലാ ദിവസവും പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. നമുക്കൊരു മാതൃകയാണത്. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ. ഇന്ന് തൊട്ട് നിങ്ങളൊരു പുതിയൊരു തുടക്കമാണ്. നിങ്ങളിവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്? പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ കാണുമ്പോൾ ആ തീരുമാനത്തിൻ്റെ വ്യത്യാസം എന്ത് ചെയ്യണം? അത് മറ്റുള്ളവർ അറിയിക്കാൻ വേണ്ടിയല്ല, നാമും ദൈവവും വളരെ ബന്ധമാണ്. അത് അങ്ങനെ വരുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ CSI സഭക്കാർ നമ്മുടെ സഭയെക്കുറിച്ച് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നമ്മുടെ CSI സഭ എന്താണ്, എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് അടിസ്ഥാന പ്രമാണങ്ങൾ, മറ്റു സഭകളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം, മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സഭയുമായിട്ടുള്ള സമാനമായിട്ടുള്ള സഭകളുമായിട്ടുള്ള ബന്ധമുള്ള സഭകളുണ്ടോ എന്ന് നമ്മൾ അറിയണം അല്ലേ. ഈ അടുത്ത കാലത്തൊക്കെ നമുക്കറിയാം, ചില ആൾക്കാർ പള്ളികളിൽ വന്ന് പ്രസംഗിക്കാൻ വിളിക്കുന്നതൊക്കെ പറഞ്ഞ് ചെയ്യുന്നു. ഒത്തിരി ആക്ഷേപങ്ങളും പ്രത്യാക്ഷേപങ്ങളൊക്കെ നമ്മൾ നടക്കുന്നത്. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാം അല്ലേ. നമ്മളതിനെക്കുറിച്ച് അറിയേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അറിയാം അല്ലേ. നമ്മുടെ സഭയ്ക്ക് നമ്മുടേതായ ഉപദേശങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ഉപദേശം നമ്മുടെ സഭാ നേതാക്കന്മാരും നമ്മുടെ ആൾക്കാരും നമ്മളും പഠിച്ചില്ലേ. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പഠിപ്പിക്കുമോ? ഇല്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല അല്ലേ. എല്ലാ ക്രിസ്തീയ സഭകളും ആരിൽ വിശ്വസിക്കുന്നു? ദൈവത്തിൽ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു, നമ്മളും വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ എല്ലാം ഒന്നാണെങ്കിൽ ഒന്നായിട്ട് ഇരുന്നാൽ പോരെ അല്ലേ. എന്തുകൊണ്ടാണ് വ്യത്യാസം? അവിടെയാണ് നമ്മൾ സഭയെ മനസ്സിലാക്കണമെന്ന് പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത്? അതുകൊണ്ട് നമ്മുടെ സഭയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം ചെലവഴിക്കണം. അടിസ്ഥാന വിശുദ്ധ വേദപുസ്തകമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അല്പസമയം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ പ്രത്യേകമായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കേട്ട് ശരിക്കും ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ സമയത്ത് അത് പറയണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തമായ പരിശ്രമങ്ങളാൽ എന്ത് ചെയ്യത്തില്ല, ഇത് നമുക്ക് അനുസരിക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ. ഇന്ന് 1-ാം പാഠം വായിച്ച പുസ്തകം ഏത് പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്? 1-ാം പാഠം ഹെസ്കേൽ പ്രവചനമാണ് വായിച്ചത്. ഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റി മാംസളമായ ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ തരും. പിന്നെ ഞാൻ എൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നൽകി
ഈ കൽപ്പനകൾ അനുസരിച്ച് നടക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ. ഹൃദയം കല്ലായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഹൃദയം കല്ലായിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തായിരിക്കും ഫലം? പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കില്ല. അപ്പോൾ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തനമാണെങ്കിൽ കല്ലായ ഹൃദയത്തിൽ പറ്റത്തില്ലെന്നാണ് അവിടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ടാണ് മാംസളമായ ഹൃദയമാണ് തരുന്നതെന്ന് പറയുന്നത്. ഫ്ലെക്സിബിളാണ് അല്ലേ? ആ മാംസളമായ ഹൃദയത്തിൽ കൽപ്പന എന്ത് ചെയ്യുന്നു? എഴുതുകയാണ്. ഒരിക്കൽ ഈ കൽപ്പന എവിടെ എഴുതപ്പെട്ടു കിട്ടി? കൽപ്പന എവിടെ ആദ്യം എഴുതി കിട്ടിയത്? ഈ ഫ്രണ്ടിലത്തെ ബെഞ്ചല്ല, പുറകിലുള്ള 2 ബെഞ്ചുകാർക്ക് പറയാം, അവസരം അവർക്കാണ്. കൽപ്പന ആദ്യം എവിടെയാണ് എഴുതി കിട്ടിയത്? ഉറക്കെ പറഞ്ഞു. അതല്ല, എന്തിലാണ് എഴുതി കിട്ടിയത്? ബുക്കേലാണോ, പേപ്പറേലാണോ, ചർമ്മലഘിതങ്ങളേലാണോ, ചുരുളാണോ? അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. കൽപ്പലകയിൽ മിടുക്കൻ. കൽപ്പലകകളിലാണ് കൽപ്പന എഴുതി കിട്ടിയത് അല്ലേ? എത്ര കൽപ്പലക ഉണ്ടായിരുന്നു? എത്ര കൽപ്പലക ഉണ്ടായിരുന്നു? അല്ല, ഒരു സങ്കല്പം പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ വായിച്ചത് പഠിക്കുന്നത് ഇവിടെ സ്ഥിരീന ക്ലാസ്സിലൊന്നും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ. എത്ര കൽപ്പല ഉണ്ടാകും? 2 കൽപ്പലക അല്ലേ? 2 കൽപ്പലകയിലാണ് അത് ഉണ്ടായിരുന്നത്. എത്ര പേജ് ഉണ്ടായിരുന്നത്? എഴുത്ത് എത്ര പേജിലുണ്ടായിരുന്നു? എഴുത്ത് എത്ര പേജിൽ ഉണ്ടായിരുന്നു? ഫ്രണ്ടിലിരിക്കുന്നതല്ല, ബാക്കിൽ വിജയം. സങ്കല്പിച്ച് നോക്കി മനസ്സിൽ. കല്ലിലാണ്, 2 കൽപ്പലകയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എഴുത്ത് എത്ര പേജിലുണ്ടായിരുന്ന ചോദ്യം പറഞ്ഞു. ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞു. എത്ര പേജ്? ഇതൊരു പേജ്, ഇത് അടുത്ത പേജ്. ഒരാൾ പറഞ്ഞു 3. ഓക്കെ. കൽപ്പലകയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ കൽപ്പലക 2ലും അകവും പുറവും എഴുത്തുണ്ടായിരുന്നവർ. അകവും പുറവും എഴുത്തുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എഴുത്ത്, ഇവിടെ ഉണ്ടായിരുന്ന എഴുത്ത് അല്ലേ? അപ്പോൾ എത്ര? 2 കൽപ്പലയിൽ അകവും പുറവും എഴുത്തുണ്ടെങ്കിൽ എത്ര പേജായി? 4 പേജ്. കുഞ്ഞു പിള്ളേർ ചോദിച്ചാൽ അവർ പറയൂല്ലേ, 4 പേജ്. അത് കല്ലിൽ എഴുതിയതായിരുന്നു. പിന്നെയും സംശയം, കല്ലിൽ എന്തിനാണ് എഴുതി? ഇവിടെ ഇത് പള്ളിയുടെ പണിത ആൾക്കാർ ആരാണ്, സ്പോൺസർ ചെയ്ത ആരാണ് എന്നൊക്കെ പരിചയിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയത്തില്ലേ? മേലിയാവിലെ വാഴത്തോട്ടത്തിലെ കുടുംബക്കാരാണ് അവർ വളരെ താല്പര്യത്തോടെ നമുക്ക് പണിത്, നമുക്കറിയത്തില്ലേ? പിന്നെ കല്ലിൽ എഴുതി വെക്കണോ? ഇല്ലാത്ത പൈസ ഉണ്ടാക്കി എന്ത് ചെയ്യാണ്? ഒന്നെങ്കിൽ അവർ തന്നെ ആയിരിക്കും, അല്ലെ പള്ളിക്കാരായിരിക്കും. എന്തിനാ കല്ലല്ല എഴുതുന്നത്? മക്കളെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേ, എന്തിനാ കല്ലല്ല എഴുതുന്നത്? ചുമ്മാ ഒരു തമാശന് എഴുതി വെച്ച അങ്ങനെയാണോ? മാഞ്ഞു പോകരുത്. മാഞ്ഞു പോയാലെന്നാ പോയില്ലല്ലോ അല്ലേ? എന്തിനാ മാഞ്ഞു പോകാതിരിക്കുന്നതിനാ? മാഞ്ഞു പോകാതിരിക്കുന്നതിന് കാരണം എന്താ? മാഞ്ഞു പോകരുതെന്ന് ശഠിക്കുന്നതിൻ്റെ കാര്യം എന്താ? റൂബി ജൂബിലിൻ്റെ വർഷത്തിലുള്ളവർ മാത്രമല്ല, ഇനി 100ാമത്തെ ജൂബിലി ആഘോഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? അന്ന് നമ്മൾ പലരും കാണത്തില്ല, ഉള്ളവർക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ കല്ലിൽ അവിടെ വെണ്ടയ്ക്ക പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുക, ഈ പള്ളി ആരാ സ്പോൺസർ ചെയ്തത്, ആരായിരുന്നു അത് പ്രതീക്ഷിച്ചത്, ഏത് ബിഷപ്പാണെന്ന് വന്നത്, എന്നായിരുന്നു തീയതി അല്ലേ? വരും തലമുറകൾക്ക് വേണ്ടി, വരും തലമുറയും ഇതിനെക്കുറിച്ചുള്ള അറിവുള്ളവരായി തീരണം. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്തത്? കല്ലിൽ എഴുതിയിരിക്കുന്നത് വളരെ സ്പഷ്ടമായിട്ട് ഇരിക്കുന്നത്. അത് ഇവിടെയുള്ളവർ മാത്രമല്ല, വഴിയെ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ഇത് വായിക്കണം അല്ലേ? അവരും ഓർക്കണം ഇതാരാണ് പണിതതെന്ന്. അപ്പം കൽപ്പന കല്ലിൽ എഴുതി കളിക്കാൻ കാരണം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ചുരുക്കമായിട്ട് പറയട്ടെ. പുറപ്പാട് പുസ്തകം 20ാം അധ്യായം തുടങ്ങി ഒരു ചെറിയ ഇടവേള വിട്ടാൽ 36ാം അധ്യായം വരെ കൽപ്പനയുടെ വിശദീകരണമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരല്പ ഇടവേള അതിനകത്തുണ്ട്. കൽപ്പനയുടെ വിശദീകരണമാണ്. അതായത് 10 കൽപ്പന എഴുതി കൊടുത്തിട്ട് അതിൻ്റെ പ്രായോഗിക വശങ്ങൾ, അതിൻ്റെ നാനാവശങ്ങൾ എന്ത് ചെയ്യുന്നു? പിതാവായ ദൈവം മോശയോട് വിശദീകരിക്കുന്നതാണ് പർവ്വതത്തിൽ വെച്ച്. 40 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത് വിവരിച്ചു കൊടുത്തതാണ് പറഞ്ഞത്. നമ്മൾ 40ാമത് ജൂബിലിയാണല്ലേ? 40ാമത് ജൂബിലി ആഘോഷിക്കുമ്പോൾ ഓർക്കണം, മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ 40 ദിവസം ഇരുന്നാണ് 10 കൽപ്പനയുടെ വിശദീകരണം എന്ത് ചെയ്ത് പ്രാപിച്ച് നേടിയത് എന്ന് മറന്നു പോകരുത്.
അപ്പം അത്രയും പേജ് ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സംക്ഷേപിച്ച് ചുരുക്കി 4 പേജിലാക്കി എന്ത് ചെയ്യാക്കും 10 കൽപ്പനയായിട്ട് എന്ത് ചെയ്തു ദൈവം എഴുതി. ക്യാപ്സൂൾ പരുവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അത് യേശു എന്നാ ചെയ്തു, അത് വീണ്ടും ചുരുക്കിയിട്ട് എന്ത് ചെയ്തു, രണ്ടാക്കി കളഞ്ഞു അല്ലേ. അപ്പം അത്രയും പ്രാധാന്യമുള്ളതാണ് അത്. അപ്പം അതുകൊണ്ട് അത് എഴുതി അവർക്ക് കൊടുത്തു. ഇവിടെ ഹെസ്കേലിൻ്റെ കാലമായപ്പോൾ പറയാണ്, കല്ല എഴുതി കൊടുത്ത കൽപ്പന ഇന്ന് എന്ത് ചെയ്തില്ല, കല്ലേ തന്നെ ഇരിക്കുക. കല്ല എഴുതിയ കൽപ്പന എന്ത് ചെയ്തിരിക്കുന്നു, കല്ലേ തന്നെ ഇരിക്കുന്നു. നമ്മൾ വേദോസം വായിക്കാതെ ഇരിക്കുന്ന പോലെ, CSIക്കാരൻ വേദോസം വായിക്കാതിരിക്കുന്ന പോലെ കൽപ്പനകളെല്ലാം എവിടെ ഇരിക്കുകയാണ്, കല്ലേ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ എസെക്കിയേലേ, ഞാൻ പറയുന്ന കാര്യം നീ അവരോട് പ്രത്യേകിച്ച് പറയണം. നിങ്ങളുടെ ഹൃദയമൊക്കെ എങ്ങനെയായിപ്പോയി, കല്ല് പോലെയായി, ഒരു പ്രയോജനമില്ല. ഈ കോവിഡ് വന്നപ്പോൾ ഉള്ള ഒരു രോഗത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് ഞാൻ മെഡിക്കൽ ഫീൽഡിലൊന്നും പരിചയമുള്ള ആളെയല്ല, അതുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ശ്വാസകോശത്തിൽ എന്ത് ചെയ്യും, നീർക്കെട്ടുണ്ടാവും, വെള്ളം കെട്ടും. അത് അങ്ങനെ വന്നിട്ട് അത് സ്റ്റക്കായി പോകും, ചുരുങ്ങത്തുമില്ല വികസിക്കത്തുമില്ല, അങ്ങനെ നിറഞ്ഞു പോകും. ശ്വാസകോശത്തിൻ്റെ ഓരോ ഭാഗവും അങ്ങനെ നിറഞ്ഞ് കല്ലായി വരുമ്പോൾ പിന്നെ ശ്വാസം എടുക്കാൻ എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. ശ്വാസം എടുക്കാൻ കുറച്ച് സ്പേസ് വേണം അല്ലേ. ശ്വാസം എടുക്കണമെങ്കിൽ കുറേ സ്പേസ് വേണം. നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ ബലൂൺ വീർത്ത് വേണം എന്ത് ചെയ്യണം, ഒരു സ്പേസ് വേണം. ആ സ്പേസ് ഇല്ലാണ്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും, ശ്വാസം. അപ്പോൾ നമ്മുടെ ഈ മറ്റേ മീറ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ എത്രയായി പോയി, ഓക്സിജൻ 95 താഴെ പോയി. ആകെ മൊത്തം 15 ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്തു പോയി, ഒരു കുഴപ്പമില്ലായിരുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു, സ്റ്റക്കായി പോവുക, കല്ലായി പോവുക. കൽപ്പന എന്ത് ചെയ്തിരിക്കുന്നു, ഹൃദയത്തിൽ അത് എഴുതപ്പെട്ട് അതനുസരിച്ച് പോകേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്തിരിക്കുന്നു, കല്ലായി പോയതുകൊണ്ട് ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അത് മാംസമാക്കി തീർക്കും, ഈ കൽപ്പന എഴുതും. കൽപ്പന എഴുതിയിട്ടും കാര്യമില്ല, എന്ത് ചെയ്തു, അത് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി അതനുസരിച്ച് നടക്കുമാറാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൽപ്പനകൾ പ്രമാണിക്കണമെങ്കിൽ വളരെ അത്യാവശ്യം വേണ്ടത് എന്താണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഇവിടെ നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് സഭാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കപ്പെടണം എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കൃപ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾക്ക് ആ കൃപ ലഭിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ദൈവമക്കൾ എന്ത് ചെയ്യുന്നു, ആ ദൈവകൽപ്പന അനുസരിച്ച് പോകാനായിട്ട് അവർക്ക് ശക്തി ലഭിക്കുന്നു എന്ന് തിരുവചനം തന്നെ സാക്ഷ്യം പറയുന്നു. മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പനയും പഠിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ മോഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, അതിനെതിരെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ് അല്ലേ. ദൈവ ആരാധനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതല്ലേ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത് അല്ലേ. ചുറ്റുപാടും ധാരാളം ദൈവങ്ങളാണല്ലേ. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് എന്ത് തോന്നാം, എല്ലാ പിള്ളേരും ആ പള്ളിയിൽ പോയി പൈസ ഇടുന്നു, ഈ പള്ളിയിൽ പോയി ഇടുന്നു, ആ ഭണ്ണാരത്തിലിടുന്നു, ഈ ഭണ്ണാരത്തിലിടുന്നു അല്ലേ. നമുക്കും തോന്നാം അല്ലേ, അവരെല്ലാം 5-6 പള്ളിയിൽ ഇട്ടല്ലോ, 5-6 ഭണ്ണാരത്തിലിട്ടു, ഞാൻ മാത്രം എവിടെ ഇട്ടു, ഞാൻ മാത്രം ഇവിടെ പാത്രത്തിൽ ഇവിടെ കൊണ്ടാണ് ഇട്ടില്ല, എൻ്റെ ദൈവം ഇനിയിപ്പോൾ അത് കുറഞ്ഞെങ്ങാനും പോയി എന്നെ ജീവിനെ എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്കാണ് എന്നായിരിക്കട്ടെ അവിടെയും എവിടുന്നാണ് വരുന്നതായിരുന്നു. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പോകാതെ അങ്ങനെ ഇടാൻ സാധിക്കാതിരിക്കണമെന്ന് പറയും. വിശ്വാസം വേണം അല്ലേ. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ദൈവത്തിന് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് നേരുക നിവർത്തിക്കുക, വേറെ ആർക്കും എന്ത് ചെയ്യരുത്, ദൈവത്തെ നേരെ ആരാധിക്കരുത്. അതിന് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അസാമാന്യമായ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നല്ലേ. എന്താ എൻ്റെ അർത്ഥം, നമ്മൾ ഇന്നത്തെ ചുറ്റുപാട് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പനോടോ അമ്മയോടോ അപമര്യാദയായിട്ട് പറയാനോ പ്രവർത്തിക്കാനോ അവർക്ക് ദോഷമായിട്ട് കാര്യം ചെയ്യാനോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്ത പോലും വന്നാൽ അതിനെ അതിജീവിപ്പാൻ, അത് ചെയ്യാതിരിക്കാനുള്ള ശക്തിയാണ്. ചെയ്യാൻ ശക്തി വേണ്ട, ചെയ്യാതിരിക്കാനാണ് ശക്തി വേണ്ടത് അല്ലേ. നുണ പറയേണ്ട അവസരത്തിൽ നുണ പറയാതിരിക്കാനുള്ള ശക്തിയാണ് വേണ്ടത് അല്ലേ. മോഹങ്ങൾക്കനുസരിച്ച് ഓടാതിരിക്കാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. വേദോസം വായിക്കണം തീരുമാനമെടുത്ത് നമ്മൾ അത് എല്ലാ ദിവസവും വായിക്കാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. വായിക്കാതിരിക്കാൻ ശക്തി പ്രത്യേകിച്ചൊന്നും വേണ്ട. എവിടെയെങ്കിലും പോയിട്ട് വന്ന് ചുരുണ്ടുകൂടി കിടന്നാൽ മതി അല്ലേ, ആരും പ്രത്യേകിച്ച് ശക്തിയൊന്നും വേണ്ട. പക്ഷേ ഉറക്കമെല്ലാം മാറ്റി കണ്ണൊക്കെ മുഴിപ്പിച്ചെടുത്തൊന്ന് ഇതൊന്ന് വായിച്ച് നോക്കണമെങ്കിൽ അസാമാന്യമായ ശക്തി നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപാണ്, അത് നമുക്ക് ലഭിക്കണം. അത് ദൈവം നാമുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതിന് നമുക്ക് ഉത്സാഹിക്കാം. വാക്യം ഒന്നുകൂടെ പറയട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് പറഞ്ഞേ, നമുക്കെല്ലാവരും ചേർന്ന് പറയാം. എടുക്കണമെന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞേ, എൻ്റെ കൽപ്പനകളെ
കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.